بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب كذلك أرسلناك في أمة قد خلت من قبلها لتتلو عليهم ധൈര്യമായി പറഞ്ഞു അൽഹംദുലില്ലാഹ്. കേൾക്കുന്നവൻ യർഹമുക്കല്ലാ, അല്ല നിന്നെ അനുഗ്രഹിക്കട്ടെടോ ചങ്ങാതി, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ടാവട്ടെ. അപ്പൊ ആനറിയലല്ല, നമ്മളെ ചങ്ങാതിമാർക്ക് അറിഞ്ഞൂടാ എന്നിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതൊക്കെയല്ല. യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. ഒരാൾക്കാരെ യഹ്ദീകുമുല്ലാഹു യസ്ലിഹു ബാലക്കും എന്തേലൊക്കെയാണ് പറയും, കൃത്യമായിട്ട് പഠിക്കണം. അതാണല്ലോ റസൂലുള്ളാഹിയുടെ മാതൃക. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാൾ തുമ്മിയപ്പോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ വെച്ച ഒരാൾ തുമ്മിയപ്പോ, അയാൾ തുമ്മിയ ഉടനെ പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റസൂലുള്ളാഹിയുടെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞു, നബിക്കൊരു പ്രത്യേക സലാം പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിർത്തവിടെ, നിർത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, ഏതവസരത്തിലും ഞങ്ങൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്നാ പറയില്ല. അവിടെ നിർത്തിക്കോ, ഇവിടെ സലാത്തില്ല. അപ്പൊ എന്തേ, സ്വലാത്തിനോട് അലർജി ആയിട്ടാ? അല്ല, അവിടെ ഒരു പ്രത്യേകം പഠിപ്പിക്കാത്ത നേരത്തെ ഒരു സ്വലാത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അല്ലാത്ത അവസരത്തിലൊക്കെ ഉമ്മമാരെ ചൊല്ലിക്കോളൂ. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയമല്ലേ, ചൊല്ലിക്കോളൂ, നാവ് കൊണ്ട് ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് മുഴുവൻ എന്നോടെന്ന പോലെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഏതവസരങ്ങളിലും നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ അവസരം കിട്ടിയാൽ ചൊല്ലിക്കോ. ഒന്നിന് പകരം അല്ലാഹു 10 നന്മ തരുന്ന പുണ്യകർമ്മമാണ്, അതൊരിക്കലും മുടക്കരുത്, ധാരാളമായി ചൊല്ലണം. പക്ഷേ സ്വലാത്തില്ല എന്ന് നമ്മുടെ പേരിൽ പറയാനൊരു കാരണമുണ്ട്. നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഇല്ലാത്ത സ്വലാത്ത് ചൊല്ലാറില്ല. ഇല്ലാത്ത സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളും സ്വലാത്തും ഉണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഓരോരുത്തർക്ക് തോന്നും പോലെ സ്വലാത്ത് ഉണ്ടാക്കുക, എനിക്ക് തോന്നും പോലെ ഞാൻ ദിക്ർ ഉണ്ടാക്കുക, അങ്ങനെ ഓരോരുത്തരും ദിക്റും സ്വലാത്തൊക്കെ ഉണ്ടാക്കുക. ഇതാണ് ഓരോരുത്തരുടെയും പരിപാടി. സാധാരണ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ട വശങ്ങളായി ഇനി പറയാൻ പോകുന്നത്. അതെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മറക്കരുത്. ഞാൻ ആമുഖം ആദ്യമേ സൂചിപ്പിച്ചു, പ്രഭാതം മുതൽ രാത്രി വരെ നമുക്കൊരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് രൂപത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് തസ്ബീഹുകളുണ്ട്. പക്ഷേ അവയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം പഠിച്ചു വെക്കണം, അതിന് അടിസ്ഥാനപരമായ ചില നിയമങ്ങളുണ്ട്. എന്തൊക്കെ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നതും. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. ഒന്നെന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണം നിശ്ചയിച്ചത് അതേ എണ്ണമേ ചൊല്ലാവൂ. എണ്ണം നിശ്ചയിച്ചിട്ടില്ലാത്തതിന് നമ്മൾ എണ്ണം നിശ്ചയിക്കാനും പാടില്ല. പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ നിയമം, ധൈര്യമായി എവിടെയും പറയണം, എല്ലാവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്താ? അല്ലാഹുവിൻ്റെ റസൂല് പടച്ചതമ്പുരാൻ അവൻ്റെ റസൂലിലൂടെ നമുക്കൊരു ദിക്റിന് എണ്ണം നിശ്ചയിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതേ എണ്ണം തന്നെയാണ് പറയേണ്ടത്, കൂട്ടാനോ കുറക്കാനോ പാടില്ല. എണ്ണം നിശ്ചയിക്കാതെ വല്ല ദിക്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എണ്ണം നിശ്ചയിക്കാനും പാടില്ല. ഏതുപോലെ നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് 33 വട്ടം പറയണം. അത് 34 ആക്കാൻ പാടുണ്ടോ? സുബ്ഹാനല്ലല്ലേ ഒന്ന് അധികം കിടക്കട്ടെ, പാടുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ് കുറച്ച് കുറക്കാതെ ഒരു 20 ആയിക്കോട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു 30 ആയിക്കോട്ടെ, വേറൊന്ന് ഒരു 55 ആയിക്കോട്ടെ. ഇങ്ങനെ എണ്ണം കുറക്കാനും കൂട്ടാനും പാടുണ്ടോ? ഇല്ല. നേരെമറിച്ച് നിസ്കാരത്തിന്റെ ശേഷം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേറെ രൂപം പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് 25 വട്ടം പറയാം, അൽഹംദുലില്ലാഹ് 25 തവണ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 വട്ടം പറയാം, അല്ലാഹു അക്ബർ 25 തവണ പറയാം. അങ്ങനെ 100 വട്ടം ചൊല്ലുന്ന രൂപമുണ്ട്. ഈ വലിയ തിരക്കിലാണോ, എന്നാ സുബ്ഹാനല്ലാഹ് 10 വട്ടം, അൽഹംദുലില്ലാഹ് 10 വട്ടം, അല്ലാഹു അക്ബർ 10 വട്ടം, അങ്ങനെ പറയുന്ന രീതിയുണ്ട്. അവിടെ ഒന്നും കൂട്ടാനും കുറക്കാനും നമുക്ക് അവകാശമില്ല. ഏത് രൂപമാണോ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ എണ്ണത്തിൽ കൂട്ടാനോ കുറക്കാനോ പാടില്ല.
ഇനി അള്ളാഹുവിന്റെ റസൂൽ എണ്ണം നിശ്ചയിക്കാതെ പറഞ്ഞില്ലേ, അതിന് നമ്മൾ എണ്ണം നിശ്ചയിക്കാൻ പറ്റുമോ? അപ്പൊ ഞാനാണ് തീരുമാനിക്കണത് ളുഹറിന്റെ ശേഷം അല്ലാഹു അക്ബർ എന്ന് 54 വട്ടം പറയുക. അത് തീരുമാനിക്കാൻ ഞാനാരാ? എനിക്കതിന് പാടുണ്ടോ? പാടില്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിലർ ചോദിക്കുന്നത് എന്താ ഹദ്ദാദ് റാത്തീബിൽ എന്താ മൗലവി തെറ്റ്? ഞങ്ങൾ അള്ളാഹിനോട് മാത്രമല്ലേ ചോദിക്കുന്നത്, അള്ളാഹിനോടല്ലാത്തവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അലർജിയാ? ഞങ്ങൾക്ക് അലർജി തന്നെയാണ്. അത് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുന്നു, അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ ചോദിക്കുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുമാണ്. ശരി, എന്നാ അതല്ലേ ഞങ്ങൾ ഹദ്ദാദ് റാത്തീബിലൊക്കെ ഉള്ളത്? ആ ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റൊക്കെ അല്ലാഹ് പഠിപ്പിച്ചതല്ലേ, ഒരു തെറ്റും അതിലില്ലല്ലോ. പിന്നെന്താ ഇതിന് തകരാറ്? നിങ്ങളതിന് എണ്ണം നിശ്ചയിച്ചിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ത്രോട്ടം ഒരെണ്ണം പറയുന്നില്ലേ? 33നോ 63നോ ഓരോ റാത്തീബുകളിൽ ഓരോന്നറാണ്. പൂക്കോയാന്റെ റാത്തീബ്, ഷാദുലി തങ്ങളുടെ റാത്തീബ്, ഹദ്ദാദ് റാത്തീബ്, മുഹീദ്ദീൻ റാത്തീബ്, റിഫായി റാത്തീബ്, ഇങ്ങനെ ഓരോ റാത്തീബില്ലേ? ഇതിലൊക്കെ നിങ്ങൾ ഓരോ ദിക്റിന് എണ്ണം നിശ്ചയിച്ചിട്ടില്ലേ? എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ആരാണ് ആ എണ്ണം പഠിപ്പിച്ചു തന്നത്? ഇത്ര എണ്ണം ചൊല്ലിയാൽ ഇങ്ങ കൂലിയുണ്ട്. ആര് പറഞ്ഞു? പാടില്ല. ഇനി അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിക്ർ ചൊല്ലാൻ നമുക്കൊരു സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തല്ലാതെ അത് ചൊല്ലാനും പാടില്ല. ആ സമയത്ത് ചൊല്ലിയാലേ അതിൻ്റെ കൂലിയുള്ളൂ, ആ സമയത്ത് ചൊല്ലിയാലേ അതിൻ്റെ പുണ്യമുള്ളൂ. ഉദാഹരണം, നിസ്കാരത്തിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹ് 33 വട്ടം പറയണം. ഒരാൾ പറയാണ് എനിക്ക് തിരക്കാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ബസ് വരാണ്ട്, അല്ലെങ്കിൽ ട്രെയിൻ വരാണ്ട്, അല്ലെങ്കിൽ ഫ്ലൈറ്റിലേക്ക് ഇപ്പോൾ പോകണം. അവിടെ ഞാൻ എന്ത് ചെയ്യാണ്? സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അഡ്വാൻസ് ആയിട്ട് ചെല്ലാൻ തീരുമാനിച്ചു. ഒരാൾ പള്ളി കയറിയപ്പോൾ 5 മിനിറ്റ് ഒഴിവിട്ടി, ശേഷം എനിക്ക് ഒഴിവില്ല, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ഒക്കെ 33 പറയാൻ പാടുണ്ടോ? മാതൃക ഉണ്ടോ? ഇല്ല. സമയം നിശ്ചയിച്ചത് സമയത്ത് തന്നെ പറഞ്ഞോളണം, സമയത്ത് തന്നെ പറഞ്ഞോളണം. സമയം നിശ്ചയിച്ചിട്ടില്ലാത്തതിനോ സമയം നിശ്ചയിക്കാനും പാടില്ല. ആരെങ്കിലും വ്യാഴാഴ്ച രാവിൽ ചൊല്ലിയാൽ, ആരെങ്കിലും തിങ്കളാഴ്ച രാവിൽ ചൊല്ലിയാൽ എന്നിങ്ങനെ സമയം നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അതിന് സമയം നിശ്ചയിച്ചാൽ അതും ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളുടെ പരിധിക്ക് പുറത്താണ്. ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. ഇനി വേറൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? പദത്തിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. നമ്മുടെ വകയായിട്ട് ദിക്റിലും തൊഴിലൊക്കെ ഇങ്ങനെ കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മളാൻ കൂട്ട് തന്നെ നല്ലതല്ലേ എന്ന് വിചാരിച്ച് കുറേ ഇങ്ങനെ ചേർക്കുക. അങ്ങനെ റസൂലുള്ള പഠിപ്പിച്ചോടത്ത് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും 1 കിലോമീറ്റർ നീളം കുറേ നമ്മളെ വക കൂട്ടിയിരിക്കുന്നു, പദത്തിൽ ചേഞ്ച് വരുത്തിയിരിക്കുന്നു. പാടുണ്ടോ? പാടില്ല. ആശയം മാറിയിട്ടില്ലെങ്കിൽ പോലും പദത്തിൽ വ്യത്യാസം വരുത്തരുതെന്ന് മഹാനായ റസൂലുള്ള പഠിപ്പിച്ചല്ലോ. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ദീന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതാ റസൂലുള്ള പറയുന്നു, മുസ്ലിമായ മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പ് നിസ്കാരത്തിന് ഉദുവെടുക്കുന്നത് പോലെ സമ്പൂർണമായ ഉദുവെടുത്തുകൊണ്ട് അവൻ തൻ്റെ വിരിപ്പിലേക്ക് എത്തുകയും എന്നിട്ടവൻ പല ദിക്റുകളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ദിക്റുകൾ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക എന്ന് തുടങ്ങുന്നവരൽപ്പം സുദീർഘമായ ദിക്റുണ്ടല്ലോ. ആ ദിക്ർ നബി അങ്ങ് പഠിപ്പിച്ചു കൊടുത്ത് അവസാന നബി എന്ത് ചൊല്ലി? അമൻതു ബി കിതാബികല്ലദീ അൻസൽത വബി നബിയികല്ലദീ അർസൽത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ അങ്ങ് ചൊല്ലി കേൾപ്പിച്ചപ്പോ നമ്മെപ്പോലെയല്ലല്ലോ സഹാബിമാര്. അവര് ദീനിന്റെ ഏറ്റവും വലിയ ഖിദ്മത്ത് ചെയ്യുന്ന മഹാന്മാരാണ്. ഒരു നന്മ കണ്ടാൽ അത് എത്രയും വേഗം തേടിപ്പിടിക്കണം എന്ന് അത്യാർത്തിയുള്ള നന്മയിലേക്ക് മുന്നേറിയ മഹാന്മാരാണല്ലോ. റസൂലുള്ളാഹിയുടെ വായിൽ നിന്ന് ഒരു ദിക്റങ്ങ് ഒരു ദുആയങ്ങ് വന്നപ്പോ അതിൻ്റെ പ്രതിഫലം അങ്ങ് കേട്ടപ്പോ സഹാബിമാര് തിരക്ക് കൂട്ടുകയാണ്. പെട്ടെന്നത് പഠിച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഒന്ന് കൊടുക്കണം, പെട്ടെന്നത് ബൈഹാർട്ടാക്കിയിട്ട് മുത്ത് റസൂലുള്ളാഹിക്കൊന്ന് കേൾപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് സഹാബിമാര് തിരക്ക് കൂട്ടുകയാണ്. ഒരാൾ പെട്ടെന്നത് ഹിഫ്ളാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ സന്തോഷത്തോടു കൂടി അങ്ങനെയാണല്ലോ ഞാൻ പെട്ടെന്ന് ബൈഹാട്ടാക്കിയിട്ടുണ്ട്, നബിയെ എൻ്റെ പാഠമൊന്ന് പരിശോധിക്കണം എന്ന നിലക്ക് റസൂലുള്ളാഹിയുടെ മുമ്പിൽ തെറ്റിപ്പോകരുതെന്ന് വിചാരിച്ച് നബി തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആവട്ടെ എന്ന നിലക്കങ്ങ് ചൊല്ലിയപ്പോ അവസാനം വരെ ശരിയായിരുന്നു. പക്ഷേ ആ സഹാബി റസൂലുള്ളാഹിക്ക് കേൾപ്പിച്ച കൂട്ടത്തിൽ ആമൻതു ബി കിതാബികല്ലദീ അൻസൽത
പിന്നെ വബി നബിയിക എന്ന് പറയേണ്ട സ്ഥാനത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് ആ സഹാബി അങ്ങ് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോ നബി എന്ന പദം മാറ്റിയിട്ട് വബി റസൂലിക, തകരാറൊന്നുമില്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബാഹ്യമായി വീക്ഷിക്കുമ്പോൾ അതിൽ തകരാറൊന്നുമില്ല. നബിയും റസൂലുമൊക്കെ ഏതാണ്ട് നമുക്ക് പരിചയമുള്ള പദപ്രയോഗങ്ങളല്ലയോ? ആ സഹാബി വബി നബിയിക എന്ന് പറയേണ്ട സ്ഥാനത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് മാറ്റി പറഞ്ഞപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് എന്താ പറഞ്ഞത്? പാടില്ല, അത് വേണ്ട, വബി റസൂലിക എന്ന് പറയേണ്ടതില്ല, വബി നബിയിക്കല്ലദീ അർസൽത എന്ന് തന്നെ ചൊല്ലണം. എന്തേ പോടെ തകരാറ്? നബി റസൂല്, റസൂൽ നബി എന്ന് ആയിക്കോയോ? ആകാശം ഇടിഞ്ഞു വീഴുവോ എന്നാ ചോദിക്കുക. കണ്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ പോലും പാടില്ലെങ്കിൽ പിന്നെ ഓരോരുത്തരും ഇവിടെ സ്വന്തമായി സലാത്ത് ഉണ്ടാക്കുമ്പോഴോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമുണ്ടോ നാരിയ സലാത്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നാരിയ സലാത്ത് പരിചയമുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നാരിയ സലാത്ത് പരിചയമുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നാരിയ സലാത്ത് പരിചയമുണ്ടോ? അലി റളിയല്ലാഹു തആല അൻഹുവിന് നാരിയ സലാത്ത് പരിചയമുണ്ടോ? സ്വർഗ്ഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട ബാക്കി 6 ആളുകൾക്ക് പരിചയമുണ്ടോ? അല്ലാഹ് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർക്ക് ആർക്കെങ്കിലും നാരിയത്ത് സലാത്ത് പരിചയമുണ്ടോ? നിങ്ങൾ ചോദിക്കണം. ഈ സലാത്തിന് വേണ്ടി പാടത്തേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തുന്ന കക്ഷികളോട് വിനയത്തോടുകൂടി നിങ്ങൾ ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലിനും സഹാബത്തിനും ഈ സലാത്ത് പരിചയമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ദിക്ർ പറഞ്ഞപ്പോ, ഒരു പ്രാർത്ഥന പറഞ്ഞപ്പോ വബി നബിയിക എന്ന പദം മാറ്റിയിട്ട് വബി റസൂലിക എന്നൊരു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പറഞ്ഞപ്പോ സമ്മതിക്കാത്ത റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിനോട് റസൂലുള്ളാഹിക്ക് അല്ലാഹ് കുറെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റസൂലുള്ളാഹിനോട് സഹായം തേടുന്ന നാരിയ സലാത്ത് ചൊല്ലാൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാരിൽ അവസാനം മരിച്ചു തീർന്ന സഹാബി അടക്കം ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഷാഫി ഇമാമിന് പരിചയമുണ്ടോ? അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പരിചയമുണ്ടോ? മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പരിചയമുണ്ടോ? അതുപോലെ തന്നെ ഇമാമുസ് സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പരിചയമുണ്ടോ? സുഫിയാനു സൗരിക്ക് പരിചയമുണ്ടോ? ഔസാഇ ഇമാമിന് പരിചയമുണ്ടോ? അതേപോലെ തന്നെയുള്ള മഹത്തുക്കളായ ഖൈറുൽ ഖുറൂനി ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്, ഏറ്റവും നല്ല ജനങ്ങൾ എൻ്റെ നൂറ്റാണ്ടിലുള്ളവരാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നോട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകൾ. ഇവർക്കാർക്കെങ്കിലും പരിചയമുണ്ടോ ഈ നാരിയ സലാത്ത്? പിന്നെ എവിടുന്നാണ് വന്നത്? ഇത് സ്വയം ഉണ്ടാക്കിയതല്ലേ? ഇത് സ്വന്തമായി നിർമ്മിച്ചതല്ലേ? ഇത് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് നാരിയ സലാത്ത് ചൊല്ലരുതേ, അതിൽ പുണ്യമില്ല എന്ന് പറയുമ്പോൾ കണ്ടോ, മുജാഹിദിന് സലാത്തിനോട് അലർജിയാണ്, അവൻ റസൂലുള്ളാഹിയുടെ സലാത്തിനോട് വെറുപ്പാണെന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ്. തെറ്റിദ്ധരിപ്പിക്കണ്ട. ഇനി നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ ചൊല്ലേണ്ട സലാത്തുകൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നൊരു ചൊല്ലിക്കോ, അവിടുന്ന് മനസ്സിലാക്കി തന്നൊരു ചൊല്ലിക്കോ. അപ്പുറം നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ വാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെയും ഏറ്റവും കൂടുതൽ ബഹുമാനം നിങ്ങളതിന് കൽപ്പിക്കുന്നു, നിങ്ങളതിന് എണ്ണം നിശ്ചയിക്കുന്നു, നിങ്ങളതിന് വണ്ണം നിശ്ചയിക്കുന്നു. 4444 വട്ടം നാരിയ സലാത്ത് ചൊല്ലിയാൽ നിന്റെ കടം വീടുമെന്ന്, നിന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന്, നിനക്ക് സന്താനമുണ്ടാകുമെന്ന്, നിന്റെ എല്ലാ കാര്യങ്ങളും നിറവേറുമെന്ന് നിങ്ങൾ എണ്ണം നിശ്ചയിക്കുന്നു, മഹത്വം നിശ്ചയിക്കുന്നു. ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ഇത്ര എണ്ണം ചൊല്ലണമെന്ന് ആരാ അധികാരം തന്നത്? അതിന് പ്രതിഫലം നിശ്ചയിക്കാൻ നിങ്ങൾക്കെന്താ അധികാരം? അല്ലാഹുവിൻ്റെ ദീനിലില്ലാത്തത് കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്കെന്താണ് അധികാരമുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് വെറുപ്പ് പിടിച്ചിട്ട് കാര്യമില്ല, ചിന്തിക്കലല്ലേ വേണ്ടത്. നമുക്കെന്താ എണ്ണം നിശ്ചയിക്കാൻ അധികാരമുള്ളത്? നമുക്കെന്താ പ്രതിഫലം നിശ്ചയിക്കാൻ അധികാരമുള്ളത്? അള്ളയല്ലേ പ്രതിഫലം നൽകുന്നത്, അവനല്ലേ പ്രതിഫലം തീരുമാനിക്കേണ്ടത്, അവനല്ലേ എണ്ണം നിശ്ചയിക്കേണ്ടത്. അത് പഠിപ്പിക്കാനല്ലേ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ നബിക്ക് പരിചയമില്ലാത്ത രൂപം വരുമ്പോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണില്ലേ, ആർക്കും കിതാബ് എടുത്ത് മറിച്ചു നോക്കിയാൽ കാണില്ലേ, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ചുള്ള അധ്യായത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരു ചർച്ച നടത്തിയതായി കാണാം. എന്താണ് ആ ചർച്ച? കുറെ ആളുകൾ പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ
വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ കൂടി പറയാമെന്ന്. എങ്ങനെ കൂടി? അല്ലാഹുമ്മ അർഹം മുഹമ്മദാ വആല മുഹമ്മദ്, അല്ലാഹുമ്മ അർഹം മുഹമ്മദൻ വആല മുഹമ്മദിൻ എന്നും കൂടി ചേർക്കണം എന്ന് ചിലർക്ക് അഭിപ്രായം. എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്നും കൂടെ ചേർക്കുക, വർഹം മുഹമ്മദാ വആല മുഹമ്മദ്, മുഹമ്മദിനോട് നീ കരുണ കാണിക്കണേ റബ്ബേ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും കരുണ ചെയ്യണേ എന്ന് വർദ്ധിപ്പിക്കൽ നല്ലതാണ് എന്ന് ചില കക്ഷികൾ അഭിപ്രായപ്പെട്ടപ്പോ പണ്ഡിതന്മാരെന്താ പ്രതികരിച്ചെന്നറിയോ? ഫഹാദാ ബിദ്അത്തുൻ ലാ അസ്ല ലഹാ, ഇതിന് ഒരു അസ്ലും ഇല്ലാത്ത ബിദഅത്താണ്. കാരണം എന്താണെന്നറിയോ? എന്താ ഒരു കാരണം പറഞ്ഞത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമനാ കൈഫിയത്തസ് സ്വലാത്തി അലൈഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന രൂപം അല്ലാഹുവിൻ്റെ റസൂല് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്സിയാദത്തു വലാ ദാലിക ഇസ്തിഖ്സാറുൻ ലിഖൗലിഹി വസ്തിദ്റാകുൻ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിലപ്പുറം നമ്മുടെ വകയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ നബിതങ്ങൾ പഠിപ്പിച്ചതിൽ എന്തോ പോരായ്മയുണ്ടെന്ന് പറയലാണ്. നബിതങ്ങളെക്കാൾ നമ്മൾ വിവരം നടിക്കലാണ്, നബിതങ്ങളെ ഒന്ന് തിരുത്തലാണ്. അതുകൊണ്ടത് പാടില്ലാത്ത സംഗതിയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതാ നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഓരോ വാചകങ്ങൾ ഇതിലങ്ങോട്ട് കൂട്ടിച്ചേർക്കുക. പിന്നെ ചില ആൾക്കാർ പറയും, കണ്ടോ മുജാഹിദുകൾ സയ്യിദിനെ പറയൂല, അള്ളാഹുവിൻ്റെ റസൂൽ പറയാത്തോണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞപ്പോൾ സയ്യിദിനാന്ന് പറഞ്ഞില്ല. സയ്യിദിനയോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. എന്താ സയ്യിദിനാന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവല്ലേ? ആണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ പോലെ നമുക്ക് ഏതാത്മീയ നേതാവുള്ളത് മുസ്ലിമീങ്ങൾക്ക്? ഒരൊറ്റ ആത്മീയ നേതാവേ മുസ്ലിമീങ്ങൾക്കുള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂൽ തന്നെ നമ്മുടെ സയ്യിദ്, സംശയമൊന്നുമില്ല. പക്ഷേ നിസ്കാരത്തിൻ്റെ അകത്ത് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറയണ്ട. കാരണം അവിടെ നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വകയായിട്ട് കൂട്ടണ്ട, കുറക്കും വേണ്ട എന്നർത്ഥം. അല്ലാതെ നബി നമ്മുടെ സയ്യിദ് അല്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. കണ്ടോ സയ്യിദിനാന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവാനായിപ്പോയില്ലേ, അത് മുജാഹിദിന് അലർജി, അതുകൊണ്ട് പറയാൻ പാടില്ല. അല്ല, അങ്ങനെയല്ല. നബി അത് പഠിപ്പിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളത് ചൊല്ലേണ്ടതില്ല. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കല്ലേ, ഓരോ സ്വലാത്തുകൾ ഓരോ അവസരത്തിൽ ഓരോരുത്തരും നിർമ്മിക്കുകയാണ്. അപ്പോൾ തറാവീഹിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാർ സ്വലാത്തി ചെല്ലാറുണ്ട്. തറാവീഹ് നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ സ്വലാത്തി ചെല്ലും. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? അങ്ങനെ ആ സമയത്ത് ഒരു പ്രത്യേക സ്വലാത്തുണ്ട് എന്ന് വിചാരിച്ച് ചൊല്ലിക്കൂടാ. കണ്ടോ? അപ്പോൾ ആ സ്വലാത്തും ഇത് അലർജി ആയിട്ടാ? അല്ല, ഓരോ അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ചൊല്ലണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ബറാത്ത് രാവിന് 100 റക്അത്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. 100 റക്അത്ത് നിസ്കരിക്കണം. എന്തൊക്കെയാ അതിൻ്റെ പോരിഷ? ഗസാലി ഇമാമിൻ്റെ യഹിയയിലും മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഗുഞ്ഞയിലൊക്കെ എത്ര പറയണത്? 100 റക്അത്ത് ബറാത്ത് രാവിന് നിസ്കരിക്കാൻ. അതേ അവസരത്തിൽ ആ നിസ്കാരത്തെപ്പറ്റി സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഇർഷാദുൽ ഇബാദിൽ എന്താ പറഞ്ഞത്? ആ നിസ്കാരം ബിദഅത്താണ്, അത് തടയണം. വിവരമുള്ള ആൾക്കാർ അത് തടയണം. ഭരണാധികാരികൾ അതിനെ എതിർക്കണം, ശക്തി ഉപയോഗിച്ച് എതിർക്കണം എന്നാ പറഞ്ഞത്. എന്തേ? 100 റക്അത്ത് നിസ്കരിച്ചാൽ 200 സുജൂദില്ലേ? അതിൽ എത്ര സലാത്തും സലാമും ഒക്കെ വരുന്നുണ്ട്, എന്നിട്ടും അത് പാടില്ലാന്നോ? എന്തേ? അതില്ലാത്തൊരു കാര്യം പ്രത്യേകമായൊരു പുണ്യം വിചാരിച്ചുകൊണ്ട് ചെയ്യലാണ്. അങ്ങനെ ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല, അങ്ങനെ ചെയ്യാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ പുത്തൻവാദികൾ ധാരാളമായിട്ട് സലാത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർ നാരിയ സലാത്ത് ഉണ്ടാക്കുന്നുണ്ട്, താജു സലാത്ത് ഉണ്ടാക്കുന്നുണ്ട്, കമാലിയ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജൗഹറത്തുൽ കമാൽ പറഞ്ഞിട്ടും സലാത്തുണ്ട്. എന്താണെന്നറിയോ? ആ സലാത്തൊക്കെ ചൊല്ലിയാലോ സാധാരണ സലാത്ത് ചൊല്ലിയാലുള്ള പോരിശയും കൂടി അല്ല. പിന്നെയോ വമൻ തലാ ജൗഹറത്തുൽ കമാലി സബ്അൻ യകൂനു സയ്യിദുൽ ഇർസാലി വൽ ഖുലഫാഉർ റാഷിദൂനൽ അർബഅ മദമ ദാകിറൻ ലഹാ ബർദു മഅ വദാക ബിൽ അർവാഹി വദ്ദവാതി വലൈസ ലിൽ മുൻകിരി മിൻ നജാതി. എന്താ പറഞ്ഞറിയോ? അവരുണ്ടാക്കിയൊരു കമാലുണ്ട്, ജൗഹറത്തുൽ കമാൽ. ആ സലാത്ത് ഒരുത്തൻ ചൊല്ലിയാൽ എത്ര തവണ? 7 തവണ ചൊല്ലിയാൽ അല്ലാഹുവിൻ്റെ റസൂൽ
റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ആ മജ്ലിസിലേക്ക് ഇങ്ങോട്ട് കയറി വരും. എങ്ങനെ കയറി വരും? വദാക ബിൽ അർവാഹി വസ്സവാതി. നബി തങ്ങളും ഈ 4 ഖലീഫമാരും തടിയോടെ അവരുടെ ജീവനോടെ നമ്മുടെ മജ്ലിസിലേക്ക് അങ്ങ് കയറി വരും. ഇത് നിഷേധിക്കുന്നവൻ വലൈസലിൽ മുൻകിരി മിൻ നജാതി. ഇത് നിഷേധിക്കുന്നവന് രക്ഷയില്ല. സലാത്തിന്റെ മജ്ലിസാ പറയണേ. സലാത്തിന്റെ മജ്ലിസിന് നബിയും വരും, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് ഇവരൊക്കെ തടിയോടെ ആത്മാവോടുകൂടെ അങ്ങോട്ട് കയറി വരും എന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്താ ഇവർ വിശ്വസിക്കുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസിൽ അള്ളാഹുവിന്റെ റസൂല് കയറി വരും. എങ്ങനെ? നബിതങ്ങളുടെ ആത്മാവിനോടൊപ്പം, നബിതങ്ങളുടെ റൂഹിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാകും. അവിടെ മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വസ്ഥലത്തും ഹാജറുള്ളവനാണ്. കണ്ടോ, റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കാണ്. അള്ളാഹുവിന്റെ റസൂല് സർവ്വസ്ഥലത്തും സർവ്വകാലത്തുമുണ്ട്. ഏതുപോലെ നമ്മുടെ കൂടെ തന്നെ നബി തടിയോടുകൂടി റൂഹോടുകൂടി ഉണ്ട്. എന്നാ പിന്നെന്താ കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ സദസ്സിൽ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. കറാമത്തുള്ള കണ്ണുകൾക്ക് കാണാനും സാധിക്കും. കറാമത്തുള്ള കണ്ണുകൾക്ക് റസൂലുള്ളാഹിനെ കാണാനും സാധിക്കും. എപ്പോ? ഇപ്പോഴേ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാർ 70 തവണ റസൂലുള്ളാഹിനെ നേരിട്ട് ഉണർച്ചയിൽ കണ്ടിട്ട് മസ്അല കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. നബിയോടെ നോക്കണം, റസൂലുള്ളാഹിനെ സ്വപ്നത്തിലൊന്നുമല്ല, ഉണർച്ചയിൽ തന്നെ 70 തവണ, 70-ൽ പരം തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സുയൂത്തി ഇമാം പറഞ്ഞു എന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നബിയുമായി മസ്അല ചർച്ച ചെയ്തു എന്ന് ഹദീസിൽ ഇവരെ എഴുതി വിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ എന്തിനാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കറാമത്തിന്റെ കണ്ണില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ എന്താ പറഞ്ഞു? വാളെടുത്ത് ചാടി, ഭാര്യനോട് ഞാൻ കൊല്ലും, വിഷമം സഹിക്കാഞ്ഞിട്ട് അല്ലേ? അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ അള്ള ജീവനോടെയുണ്ട്. മുഹമ്മദിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടു പോയിരിക്കുന്നു. എന്തേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രശ്നം? ഇനിയിപ്പോ നബിനെ കാണാൻ പറ്റൂല, ഒന്നും ചോദിക്കാൻ പറ്റൂല അല്ലേ? എന്തേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുമ്പോൾ തന്നെ നബിനെ കണ്ടൂടെ? ഇന്ന് വരെ സ്വലാത്ത് മജ്ലിസിലേക്ക് നബി ഇങ്ങനെ കയറി വന്ന് ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്കെന്താ പിന്നെ പ്രയാസം? അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെയൊന്നും സഹാബിമാര് പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് ഈ പറയുന്നത്. പിഴച്ച വിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കുന്നത്. മഹാന്മാരായ സഹാബിമാർ എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടായി അവർക്ക്. ഓരോ മസ്അലകളിൽ തർക്കം വരുമ്പോ റസൂലുള്ളാഹിയുടെ ഖബറിൽ പോയിട്ട് നബിയെ, ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരണം എന്ന് നബിയോട് മസ്അല ചോദിച്ചോ? എന്നിട്ടാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ജീവിച്ച സുയൂത്തി ഇമാം 70-ലേറെ തവണ റസൂലുള്ളാഹിനെ ഈ ഭൂമിയിൽ വെച്ച് ഉണർച്ചയിൽ തന്നെ കണ്ട് മസ്അലകൾ ചോദിച്ചറിഞ്ഞു എന്ന് എഴുതിവിടുന്നത്. എവിടേക്കാണ് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയങ്ങളിൽ ഒതുങ്ങി നിന്നോ. നബിതങ്ങൾ പഠിപ്പിച്ച അഖീദയിൽ ഒതുങ്ങി നിന്നോളൂ. അതിലപ്പുറമുള്ള അഖീദകൾ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അങ്ങനെ ഇല്ലാത്ത ദിക്റും സ്വലാത്തൊക്കെ നമ്മൾ കൈകൊണ്ട് എഴുതിണ്ടാക്കുക. കണ്ടിട്ടില്ലേ ഓരോരുത്തരിങ്ങനെ വിൽക്കുന്നത്? പാഠപുസ്തകങ്ങൾ വിൽക്കും പോലെ വിൽക്കുകയാണ്. ഇതാ വിൽക്കുന്നത് 33 വക, 313 വക, 366 വക, 6714 വക ഏടുകൾ. നമ്മളെ ഉമ്മപെങ്ങന്മാർ നിസ്കരിക്കുന്ന നിസ്കാരപ്പായിൽ ഇങ്ങനെ ഒരു ഏട്. എന്താ അത്? ഇത് കഞ്ചുൽ അർശാണ്, ഇത് ജൽജലൂത്ത് ബൈത്താണ്, ഇത് നാരിയ സലാത്താണ്, ഇത് താജു സലാത്താണ്, ഇത് നബിയെ സ്വപ്നം കാണാനുള്ള സലാത്താണ്, ഇത് ഇന്ന സലാത്ത. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ നിങ്ങൾ ഇന്ന സലാത്ത് ചൊല്ലിയാ എന്നെ സ്വപ്നം കാണുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിക്കോ. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് അവിടുത്തേക്ക് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞതെന്തിനാ? സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞത് ഭൗതികമായ നേട്ടത്തിനല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ടത് എന്തിനാ? അത് ഭൗതികമായ നേട്ടം കിട്ടാനല്ല. ഇവരെന്ത് ചെയ്യാണ്? സ്വന്തമായി എണ്ണം നിശ്ചയിക്കുന്നു, സ്വന്തം ദിക്റും സ്വലാത്തൊക്കെ ഉണ്ടാക്കുക അവരുടെ കൈകൊണ്ട്. എന്നിട്ട് അതിന്റെ പോരിശയും പറയാ. ഇത് ജൂതന്മാരെ പരിപാടിയാണ്. അവരെന്താ പറഞ്ഞത്? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ.
സ്വന്തം കൈകൾ കൊണ്ട് വേദഗ്രന്ഥം എഴുതിയുണ്ടാക്കുന്നു, എന്നിട്ട് അവകാശപ്പെടുന്നു ഇത് അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടിയതാണെന്ന്. തുച്ഛമായ വിലക്കത് വിൽപ്പന നടത്താൻ വേണ്ടി അതുകൊണ്ട് അവരുടെ കരങ്ങൾ എഴുതിയുണ്ടാക്കിയതിന് നാശം, അവരതിലൂടെ സമ്പാദിച്ചതിനും നാശം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? അപ്പൊ ദിക്റാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുണ്ടാക്കുന്നു, സ്വലാത്താന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നു. എത്ര ദിക്റുകളാണ് ഉണ്ടാക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷോർട്ട് പഠിപ്പിച്ചിട്ടില്ല. ഇവര് പറയുന്നു ഷോർട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹാ ഹൂ ഹീ ഹൈ ഹാ ഹൂ ഹീ ഹൈ. എന്താ ദിക്റ? എന്താ ചോദിച്ചാൽ ഹാ ഒരാൾ പറഞ്ഞ് അവളും അവനും ഇവനും അല്ല. അപ്പൊ ചിലർക്ക് അത് ദഹിക്കില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ ഷോർട്ടാക്കാൻ ആരാടോ അധികാരം തന്നത്? അള്ളാഹ് അനുവാദം തന്നോ? റസൂൽ അനുവാദം തന്നോ? വബി നബീക എന്നുള്ളത് വബി റസൂലിക്കാൻ ആക്കിയപ്പോഴേക്ക് സ്വന്തം അരിമ ശിഷ്യരെ തിരുത്തിയ റസൂലുള്ളാഹിന്റെ മാതൃക അവകാശപ്പെടുന്നവരാണോ നിങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന് ഷോർട്ടാക്കാൻ നിങ്ങൾക്ക് ആരാധികാരം തന്നത്? എങ്കിൽ എത്ര സൗകര്യമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട സ്ഥാനത്തൊക്കെ ഈ ഷോർട്ട് പറഞ്ഞാൽ മതിയെങ്കിൽ മരിക്കാൻ കിടക്കുന്നവനോട് പറഞ്ഞാൽ പോരെ? മരിക്കാൻ കിടക്കുന്നവന്റെ മുമ്പിൽ കഷ്ടപ്പെട്ട് നമ്മൾ ചൊല്ലിക്കൊടുക്കാണ്, ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാൾക്ക് പറഞ്ഞെടുത്തൂടെ? അയാൾക്ക് ചൊല്ലാനൊരു സുഖല്ലേ? കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല സുഹൃത്തെ. അതുകൊണ്ട് ലഖിനു മൗതാക്കും ഹാ ഹൂ ഹീ എന്നല്ല, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്രി ഹാ ഹൂ ഹീ എന്നല്ല, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ ചൊല്ലേണ്ടത്. നിങ്ങൾ ഷോർട്ടാക്കുക. ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ദീനിനെ മാറ്റിമറിക്കുകയാണോ? ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? പാടില്ല. നിങ്ങൾ ആ തട്ടിപ്പൊന്നും ഇനി നടക്കൂല. ഹാ ഹൂ ഹി എന്നുള്ള ദിക്റിനെ എതിർത്താൽ പറയും ഇവർക്ക് ദിക്റില്ല. നാരിയ സലാത്ത് മറ്റേ രൂപത്തിലുള്ള സലാത്തൊക്കെ എതിർത്താൽ പറയും നിങ്ങൾക്ക് സലാത്തില്ല. ഖബറാളിയോട് പോയിട്ട് അവരോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ പറയും ഇവർക്ക് ഖബറിൽ പോയിട്ട് ദുആയില്ല. നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തരുതെന്ന് പറഞ്ഞാൽ പറയും ഇവർക്ക് നിസ്കാരത്തിന്റെ ശേഷം ദുആയില്ല. ഈ രൂപത്തിലുള്ള തട്ടിപ്പ് ഇനി നടക്കൂല. പൊതുജനങ്ങൾ ഉത്ബുദ്ധരാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പറയുന്നത്, എണ്ണം നിശ്ചയിക്കുന്നു. സ്വന്തമായിട്ട് എണ്ണം നിശ്ചയിക്കുക, പോരിശയും പറയുക, സമയവും നിശ്ചയിക്കുക. യഥാർത്ഥ ദിക്റുകളെക്കാൾ അവരെ ദിക്റിനാ മഹത്വം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല 4444 വട്ടങ്ങൾ എൻ്റെ ഈ പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലിയാൽ മഹത്വമുണ്ട്, ഇന്ന കാര്യം നേടാൻ സാധിക്കുന്നെന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടില്ല. പിന്നെയോ ഓരോ രൂപത്തിലുള്ള സ്വലാത്തുകൾ ഉണ്ടാക്കിയ എന്തൊക്കെ സ്വലാത്തുകളാണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് കളി, ഹദീസുകൾ കൊണ്ടാണ് കളി, ദിക്റുകളെ കൊണ്ടാണ് കളി. എന്താ സ്വലാത്തുകളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനാ? ദിക്റുകൾ ചൊല്ലണത് ആരെങ്കിലും നശിപ്പിക്കാനാ? ദിക്റ് ചൊല്ലണത് ആരെങ്കിലും തകർക്കാനാ? അല്ല. എന്നാൽ ഇവര് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ശത്രുവിന്റെ വീടും കൃഷിയും തോട്ടങ്ങളും നശിക്കാൻ. അതാ വെയിന്. ശത്രുവിന്റെ വീട്, തോട്ടം, കൃഷി ഇതൊക്കെ നശിക്കാൻ ഒരു ഓട്ടിൻ കഷ്ണം കളിമണ്ണ് കൊണ്ട് ശനിയാഴ്ച ഉണ്ടാക്കണം. തകർന്ന പഴയ കബറിടത്തിൽ നിന്ന് ഒരു പിടി മണ്ണും ഇടിഞ്ഞു വീണ് കിടക്കുന്ന വീട്ടുകാർ മരിച്ചുപോയ വീട്ടിൽ നിന്ന് ഒരു പിടി മണ്ണും എടുക്കുക. ഇവിടുന്നൊക്കെ മണ്ണെടുത്തിട്ട് കുഴച്ചിട്ട് ചൂള വെക്കാതെ ഓട് പച്ചയായാണ് എഴുതേണ്ടത്. പിന്നെ അത് നല്ലപോലെ പൊടിയാക്കുക. എന്നിട്ട് 3 മണ്ണും കൂടി കലർത്തണം. എഴുതേണ്ട ആയത്തിതാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങളുടെ സദഖകളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും നൽകപ്പെട്ട വ്യക്തിയെ അതിൻ്റെ പേരിൽ പല നിലക്ക് പീഡിപ്പിച്ചിട്ടുമൊന്നും നിങ്ങൾ ബാത്തിലാക്കരുത് കേട്ടോ എന്ന് അള്ളാഹു സദഖയുടെ മഹത്വം പറഞ്ഞെടുത്ത് സദഖ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് പഠിപ്പിച്ച ആയത്ത് എന്തിനാ? മറ്റുള്ളവൻ്റെ വീട് തകർക്കാൻ, അവൻ്റെ കൃഷിയിടം നശിപ്പിക്കാൻ, അവൻ്റെ തോട്ടം നശിപ്പിക്കാൻ വേണ്ടി ഓട്ടിന്മേൽ എഴുതണം എന്ന് പറഞ്ഞവൻ ഇബ്ലീസ് അല്ലാതെ മറ്റാരാകുന്നു? ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണോ? ഇതിനാണോ നിങ്ങൾ ഞങ്ങളെ ദിക്ർ വിരോധികളാക്കിയത്? ഇതിനാണോ നിങ്ങൾ ഞങ്ങളെ സലാത്ത് വിരോധികളാക്കിയത്? ഇതിനാണോ നിങ്ങൾ ഞങ്ങളെ ഖുർആൻ വിരോധികളാക്കിയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക നിങ്ങൾക്കുണ്ടോ? അപ്പോ വീടും കെട്ടിടമൊക്കെ തകർക്കാനാ എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. പിന്നെയോ അതുകൊണ്ട് തീർന്നില്ല. പിന്നെ നമ്മൾ യാസീൻ ഓതൂല, മുജാഹിദീങ്ങൾക്ക് യാസീനില്ല. ഇവർക്ക് യാസീനോട് അലർജിയാ. പിന്നെ ഞങ്ങളെന്തിനാ യാസീൻ ഓതുന്നത്? ഞങ്ങൾ യാസീൻ ഓതുന്നത്
ശത്രുവിനെ സംഹരിക്കാനാ, ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടി യാസീൻ. ഇത് എവിടെയെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ചില ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളതല്ല, അതൊക്കെ ഏതോ മാനസിക രോഗിയുടെ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ വിടൂല വരുന്നു. അങ്ങനെ മാനസിക രോഗിയാണോ അല്ലേ എന്നൊക്കെ ഒന്ന് തീരുമാനിക്കണല്ലോ. നിങ്ങൾ നോക്ക് എന്താ ഇതിൽ എഴുതിയത്. ശത്രുവിനെയോ അക്രമിയെയോ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു ഇഷ്ടികയെടുത്ത് പുഴവക്കത്തോ ജലാശയത്തിന്റെ തീരത്തോ നീ നിന്റെ നേരെ മുമ്പിലായി വെക്കണം. ഒരു ഇഷ്ടിക എടുക്കുക, എന്നിട്ട് പുഴന്റെ വക്കത്ത് അല്ലെങ്കിൽ ഒരു ജലാശയത്തിന്റെ തീരത്ത് നിന്റെ നേരെ മുമ്പിലൊക്കെ ഒരു ഇഷ്ടിക, കിബിലക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കണം നീ ഇരിക്കുന്നത്. എന്നിട്ട് 41 യാസീനോദനം. 41 യാസീൻ. ഇവര് യാസീനോദനം എന്തിനാന്ന് കേട്ടോ? 41 യാസീനോദനം. ഓരോ യാസീൻ തീരുമ്പോഴും ഇഷ്ടികമേൽ ഓരോ ചവിട്ട് കൊടുക്കണം. ഓരോ യാസീനാണ് ഓരോ ചവിട്ടാ ഇഷ്ടികക്ക്. അതല്ല കരാട്ടക്കാരനായ പിന്നെ ഇവിടെ ഇഷ്ടിക ഉണ്ടാവില്ല അല്ലേ? അമ്മാതിരി ചവിട്ട് കൊടുക്കണം. എന്നിട്ടോ ചവിട്ടാൻ മാത്രല്ല, ഓതിക്കഴിഞ്ഞാൽ ആ ഇഷ്ടികയെ ഒരു മയ്യത്തായി സങ്കല്പിക്കണം. ഓത്തൊക്കെ കഴിഞ്ഞാൽ അത് നല്ല മയ്യത്താ, ഇവരിങ്ങനെ കെടുക്കുക. കാരണം അങ്ങനെ ഗ്രൂപ്പിലെ മൗലിയരാന്ന് വിചാരിച്ചിട്ടാ കൊല്ലല്ലേ. അപ്പോ അങ്ങനെ ശത്രുവിനെ മയ്യത്തായി സങ്കല്പിക്കണം. സങ്കല്പിച്ചിട്ടോ നിന്റെ ശത്രുവായി സങ്കല്പിച്ച് ആ ഇഷ്ടികയെ ഒരു മയ്യത്തായി സങ്കല്പിച്ച് മയ്യത്ത് നിസ്കാരം നടത്തണം. എന്താണെന്നറിയോ? ഓരോ ചവിട്ട് കൊടുത്ത മയ്യത്താ കിടക്കുന്നത്. എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കാരാണ്. എന്താ മയ്യത്ത് നിസ്കാരത്തിൽ പറയുന്നത്? എൻ്റെ ഈ ശത്രുവിനോട് പൊറുക്കണേ, വർഹംഹു റഹ്മത്ത് ചെയ്യണേ, വാഫിഹി സൗഖ്യം നൽകണേ, വഅഫു അൻഹു മാപ്പാക്കണേ, നല്ല പ്രവേശന സ്ഥലം കൊടുക്കണേ, നല്ല ഭാര്യനെ കൊടുക്കണേ, നല്ല കുടുംബത്തെ കൊടുക്കണേ, നരകത്തെന്ന് രക്ഷിക്കണേ, ഖബർ ശിക്ഷയില്ലെന്ന് രക്ഷിക്കണേ. ആരാ? യാസീൻ ഓതിയിട്ട് ഓരോ ചവിട്ട് കൊടുത്ത മയ്യത്താ. എന്ത് വിരോധാഭാസ ചങ്ങാതിമാരേത്? ഇതാണോ ദീന്? ഇതാണോ ദീന്? യാസീൻ ഓതിയിട്ട് ഇഷ്ടികമ്മ ചവിട്ടുക, എന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുക. ശത്രു ആണേനും മയ്യത്ത് നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ആ മയ്യത്തെടുത്ത് കൊണ്ടേ മറമാടൊന്നുമല്ല, പിന്നെ അതെടുത്ത് വെള്ളത്തിലേക്ക് എറിയണം. ശത്രു പെട്ടെന്ന് കാഞ്ഞു പോകും. ഇക്കാരൊക്കെ കഴിഞ്ഞാൽ മയ്യത്തെടുത്തങ്ങാണ്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇടുക. ശത്രു പെട്ടെന്ന് കാഞ്ഞു പോകും എന്നാണ്. നോക്കണം, ഇതൊരു അമാനത്തായി നിന്നെ ഏൽപ്പിക്കുന്നു. കുരുടന്റെ വടിയാക്കരുതേ, അള്ളാനെ സൂക്ഷിക്കണേ, നിർബന്ധിതാവസ്ഥയിൽ അല്ലാതെ ചെയ്തു പോകരുതേ എന്നൊക്കെ മുന്നറിയിപ്പൊക്കെ ഉണ്ട്. എന്താ ഗൗരവം എന്നറിയങ്ങൾ. ഭയങ്കര അമാനത്തല്ലേ ഏൽപ്പിച്ച്. ഇനി വേറൊന്ന് കേട്ടോ, ഇനി പറയുന്ന വേറൊന്നെന്താണ്? ഒരു കുഴി കുഴിക്കണം, ഒരു കബർ കുഴിക്കണം. പിന്നെ 41 ചരൽക്കല്ലുകൾ പെറുക്കിയെടുക്കുക. 41 ചരൽക്കല്ല്. എന്നിട്ട് ആ കുഴിയുടെ അടുത്തിരുന്ന് 41 യാസീനോദനം. കുഴിൻ്റെ അടുത്തിരുന്ന് 41 യാസീനോദനം. ഓരോ നോരിത്തീരുമ്പോഴും ഓരോ കല്ല് കുഴിയിലിടണം. 41 പൂർത്തിയായാൽ കുഴി മൂടുന്നതിൻ്റെ മുമ്പ് ആ കല്ലുകൾ നിന്റെ ശത്രുവിൻ്റെ മയ്യത്തായി സങ്കല്പിച്ച് അതിന് മയ്യത്ത് നിസ്കരിക്കണം. ശത്രുവിൻ്റെ പേര് പറഞ്ഞ് നിജപ്പെടുത്തണം. നീയത്തിൽ പിന്നെ കുഴി മൂടണം. ശത്രു നശിക്കും, പരീക്ഷിക്കപ്പെട്ടതാണ്, സംശയമില്ല. ശത്രു നശിക്കും. നോക്കണത് എവിടെയുള്ളത്? ഇത് മാന്ത്രിക ചികിത്സ. മുജറബാത്തു ദൈറബി പരിഭാഷ KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര്. ഇയാളിപ്പോൾ പ്രാന്താണ് അവർ പറയണത്. ഇവർക്ക് ഇങ്ങനെ വിഷമം കൊണ്ട് സഹിക്കാഞ്ഞിട്ട് അത് എഴുതിയ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ പ്രാന്താനാക്കണം. ഒക്കെ പ്രാന്തന്മാരാക്കേണ്ടി വരുമ്പോൾ ഈ പുസ്തകത്തിന് പരിഭാഷ എഴുതിയത് KVയുടെ പുസ്തകമല്ലല്ലോ. KV മുഹമ്മദ് മുസ്ലിയാർ ഭ്രാന്തനാണെങ്കിൽ എന്നാ പോട്ടെ, അയാളുടെ ബുക്കല്ല, അയാൾ പരിഭാഷപ്പെടുത്തിയതാണ്. ഇതിൻ്റെ അറബി ഗ്രന്ഥം എഴുതിയ ആള് മുജറബാത്തു ദൈറബി എഴുതിയിട്ടുള്ള പണ്ഡിതന്റെ പേര് വേറെ പറയുന്നുണ്ട്. അദ്ദൈറബിയുടെ പരീക്ഷിക്കപ്പെട്ട വലിയ മാന്ത്രിക ചികിത്സകളാണിത് എന്നാണ്. നിഷേധിക്കാൻ പറ്റുമോ? 2 വിഭാഗം സമസ്തയുടെ പത്രത്തിൽ ഇതിൻ്റെ പരസ്യമുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റൂല. ഈ പുസ്തകം വാങ്ങി വായിക്കാനുള്ള പരസ്യം നിങ്ങളുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലുണ്ട്. 2 വിഭാഗം സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങളിലും ഈ പുസ്തകത്തിൻ്റെ പരസ്യമുണ്ട്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. ഇതാണ് ഇവർ പഠിപ്പിക്കുന്ന ഒരു ദിക്റ്. ഇനി വേറെയും സുഹൃത്തുക്കളെ ഒരുപാട് ദിക്റുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സദസ്സിൽ വായിക്കാൻ കൊള്ളാത്തതും ഒരുപാടുണ്ട്. എവിടെയൊക്കെയാണ് ദിക്റുകൾ എഴുതേണ്ടത് ഞാൻ ഇവിടുന്ന് പറയുന്നില്ല. പല സ്ഥലത്തും ദിക്റുകൾ എഴുതാൻ ഈ പുസ്തകത്തിൽ നിർദ്ദേശമുണ്ട്. അവിടേക്കൊന്നും ഞാൻ സമയം വൈകിയത് കൊണ്ട് പ്രവേശിക്കുന്നില്ല. ഒരു കാര്യം കൂടെ സുഹൃത്തുക്കളെ നമ്മൾ ഓർക്കുക. അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു തന്നത് എന്തിനാ? അള്ളാഹുടെ പൊരുത്തത്തിനാണ്. അള്ളാഹുടെ പൊരുത്തത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലേ കൂലി കിട്ടുകയുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ ഞാനൊരു സലാത്തുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയോ ലോകമാന്യത്തിന് വേണ്ടിയോ ഒക്കെ സലാത്ത് ചൊല്ലുകയാണെങ്കിൽ അതുകൊണ്ട് ആഖിറത്തിലൊരു കാര്യമല്ല. ഏത് കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം?
പടച്ചവന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം. അള്ളാഹുവിനെ നല്ല നിലക്ക് പരലോകത്ത് നിന്ന് കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യട്ടെ, മറ്റാരെയും അവനിൽ അവൻ പങ്കു ചേർക്കാതിരുന്നു കൊള്ളട്ടെ. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ സർവ്വ മുഫസ്സിരീങ്ങളും പറഞ്ഞു, അള്ളാഹുവിൻ്റെതല്ലാത്ത പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരു അമല് ചെയ്യുന്നത് ചെറിയ ശിർക്കാണ്. അശ്ശിർക്കു സഗീർ അല്ലെങ്കിൽ അശ്ശിർക്കുൽ ഖഫീ എന്നൊക്കെ പറയുന്ന റിയാ, ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി ദിക്റ് ചൊല്ലുക. എന്നാൽ നമ്മുടെ കാന്തപുരം മുസ്ലിയാർ എന്താ പറഞ്ഞതെന്നറിയോ? ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം മാത്രമല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിണ്ട്. ഫത്വ കിട്ടിയില്ലേ? പിന്നെന്താ സ്വലാത്ത് നഗർന്ന് വാങ്ങിക്കൂടെ? ലക്ഷങ്ങൾ വാങ്ങാനൊരു സ്വലാത്ത് മുഹമ്മദ് നബി പഠിപ്പിച്ചില്ല. റസൂലുള്ളാഹിയുടെ കാലത്ത് സ്വലാത്ത് വാങ്ങിയിട്ടൊരു ചില്ലിക്കാശ് വാങ്ങിയിട്ടില്ല. സ്വലാത്ത് ചൊല്ലി എന്നിട്ട് ലക്ഷങ്ങൾ. മക്കയും മദീനയും കഴിച്ചാൽ മൂന്നാമത്തെ സ്ഥലം എന്നാ പറയുന്നത്. ആരാത് പറഞ്ഞത്? ലക്ഷങ്ങൾ പിരിക്കാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് ലക്ഷം പോയിട്ട് ഒരു ഫിൽസ് അല്ലാഹുവിന്റെ റസൂൽ പിരിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവര് ഫത്വ കൊടുത്തതെന്താ? നിങ്ങൾ കേട്ടോളൂ. സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അതിന് പ്രതിഫലമുണ്ട്. ആൾക്കാരുടെ മുമ്പിൽ ഞാനൊരു സ്വലാത്തുകാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ സ്വലാത്ത് ഉണ്ടാക്കിയാൽ അതിന് കൂലിണ്ട് എന്നാ ഇയാൾ പറയണത്. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കൂലിട്ടാനൊന്നുമല്ല, വലിയ മജ്‌ലിസ് ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ അങ്ങനെ ഒരുമിച്ച് കൂട്ടുക, പരസ്യം കൊടുക്കുക, സ്വലാത്ത് ചെല്ലുക, എന്നിട്ട് എല്ലാവരും അടുത്തേക്ക് വരും, കാശിയേരിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും വാങ്ങുക. മാത്രമല്ല, ഞാൻ സ്വലാത്ത് ചെല്ലുമ്പോൾ എനിക്ക് എന്താ നിയത്ത്? ഓ, ബഹുമാനപ്പെട്ട ഒരു മുഹമ്മദ് നബിയോട് വലിയ സ്നേഹമുള്ള ആളാ, സ്വലാത്തൊക്കെ നല്ലോണം ചൊല്ലും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരാൾ സ്വലാത്ത് ചെല്ലുന്നതെങ്കിൽ അതിനും വിരോധമല്ല, അതിനും കൂലിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഇബാദത്തല്ലേ സ്വലാത്ത് ചെല്ലൽ? അതെങ്ങനെ ഇസ്ലാമികമാകൂ സുഹൃത്തുക്കളെ? ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചെല്ലിയാൽ അവനതിന് കൂലി ഉണ്ടാകുമോ? ഇതാർക്കാണ് അറിയാത്തത്? അപ്പോൾ ഇതിങ്ങനെ പൊടിപൊടിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു തങ്ങൾ സ്വലാത്തുണ്ടാക്കി, കോണാമ്പാറ തങ്ങൾ സ്വലാത്തുണ്ടാക്കി വെക്കുമ്പോൾ മറുപക്ഷത്തുള്ള ആൾക്കാർക്കും തോന്നി ഈ ബിസിനസ് തരക്കെടില്ലല്ലോ, ഇത് തരക്കെടില്ല, പെട്ടെന്ന് പച്ച പിടിക്കാവുന്ന പരിപാടിയാണ്. അപ്പൊ പലരും സ്വലാത്തുണ്ടാക്കി. അപ്പൊ ഇതുണ്ടാക്കിയ ആൾക്കാർക്ക് രുചിക്കണില്ല. അവർ പറഞ്ഞു, നമ്മളെ തങ്ങള് വളരെ കഷ്ടപ്പെട്ട ഒരു സ്വലാത്ത് ഉണ്ടാക്കി വെക്കുമ്പോൾ ഇപ്പം എല്ലാവർക്കും ദിവസവും സ്വലാത്താ, ആൾക്കാരെ കാണിക്കാനാ നിങ്ങളെ സ്വലാത്ത്, ആ സ്വലാത്തിന് ഒരു കൂലിയും കിട്ടൂലെന്ന് ഇപ്പുറത്തുനിന്ന് ഉള്ള ആള് പറയുന്നത് അതിന് കൂലി കിട്ടൂല. മറ്റേ ആൾ പറയുന്നത് അങ്ങനെ ചൊല്ലിയാലും കൂലി ഉണ്ടേ. ഇപ്പം ഞാൻ ഉള്ള പുസ്തകത്തിൽ നിന്ന് വായിച്ച്, ഇനി മറ്റേ ഉള്ളാൾ തങ്ങൾ പറഞ്ഞത് അത് നിങ്ങളൊന്ന് കേൾക്കുക. അതൊരു സെക്കൻഡ്, ഒരു ഒറ്റ മിനിറ്റ്. ഉള്ളാൾ തങ്ങൾ ഈ സ്വലാത്തിനെതിരെ മറ്റുള്ള ഗ്രൂപ്പ് സ്വലാത്ത് ഉണ്ടാക്കിയപ്പോൾ ഉള്ളാൾ തങ്ങൾ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചൊരു ഭാഗം കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ അതിലെന്താ മൂപ്പര് സമർത്ഥിക്കുന്നത്? നിങ്ങളെ സ്വലാത്തൊക്കെ റിയാ, അതുകൊണ്ട് കാര്യം കിട്ടൂലടോ, നിങ്ങളെ റിയാവിന് വേണ്ടിയുള്ള സ്വലാത്തോണ്ട് കാര്യം കിട്ടൂല എന്ന് മൂപ്പര് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്തവരാണെങ്കിൽ ഇവിടെ പറഞ്ഞ റിയാവിന് വേണ്ടി ചൊല്ലിയാലും കിട്ടും. അപ്പൊ ഈ വക തർക്കമൊക്കെ അതിലുണ്ട്, അതൊന്ന് കാണും. മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്തിന്റെ ഫളായിൽ പരിണതിനാണോ? അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യം ഇവിടെ അനുഭവമല്ലേ? ഇപ്പൊ എല്ലാവരും തുടങ്ങിയിട്ട് സലാത്ത് ഹരീല് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് സലാത്ത് വേണം തുടങ്ങി വെച്ചപ്പോൾ സർവ്വ ആളുകൾക്കും വേണം സലാത്ത്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ആഴ്ചക്കാഴ്ചക്ക് സലാത്ത് കേട്ടാ നിങ്ങളെ റിയാവിന്റെ സലാത്ത് അള്ളാഹ് സ്വീകരിക്കില്ല കേട്ടോ. പിന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് സലാത്ത് ചെയ്ത് അപ്പം അനുഭവിക്കും, സംശയമൊന്നുമില്ല കേട്ടോ. ഇപ്പുറത്ത് സലാത്ത് കഷ്ടപ്പെട്ട് തങ്ങളൊരു സലാത്ത് ഉണ്ടാക്കിയ ആരെങ്ങളോട് പറഞ്ഞു കഷ്ടപ്പെട്ടുണ്ടാക്കാൻ? വലിയ കഷ്ടല്ലേ? എഴുതി ഉണ്ടാക്കിയിട്ട് വരും, ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു, ലക്ഷക്കണക്കിന് ബിരിയാണിപ്പൊതി വിതരണം ചെയ്തു. ബിരിയാണിപ്പൊതിയുടെ കണക്കാ പത്രത്തിൽ. ബിരിയാണിപ്പൊതി എന്ന ചൂണ്ടട്ടിട്ട് ഇങ്ങോട്ട് വാങ്ങിയ കണക്കെവിടെ?
അതില്ല. അപ്പൊ അത് വാങ്ങിയാൽ കുഴപ്പമില്ല, അതിനൊക്കെ ചൊല്ലാൻ സലാത്ത്. അങ്ങനെ അപ്പൊ റിയായിന് വേണ്ടിയും സല്ലാന്ന് പത്ത് വീട്ട് വേറെയും കുറെ ആൾക്കാർ തുടങ്ങി വെക്കുമ്പോൾ പ്രസിഡന്റിന് സഹിക്കണില്ല. മൂപ്പര് വന്നിട്ട് പറയാം, നിങ്ങൾ എന്ത് സലാത്താടോ ഉണ്ടാക്കണ്, ഞങ്ങളെ തങ്ങൾ ഉണ്ടാക്കിയപ്പം നിങ്ങൾ ആ റിയായിന് ഉണ്ടാക്കിയോണ്ട് കാര്യമല്ല. അപ്പൊ ഇവർക്ക് റിയായിന് വേണ്ടി ചൊല്ലാനും മറ്റേ ഗ്രൂപ്പുകാർക്ക് റിയായിന് വേണ്ടി ചൊല്ലിക്കൂടാനും. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. അല്ലാതെ സ്വലാത്ത് ചൊല്ലിയിട്ട് കൂലിയിട്ടുള്ള ആത്മാർത്ഥതയൊന്നും അല്ല സുഹൃത്തുക്കളെ. പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഈ സ്വലാത്തിനെ പറ്റി ഇവർ തന്നെ അഭിപ്രായപ്പെടുന്നത് എന്താ? നമ്മളല്ല പറയുന്നത്. ഈ സ്വലാത്ത് ഇവർ ചൊല്ലുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള പൊരുത്തം കിട്ടാനല്ല. പിന്നെ സ്വലാത്ത് ചൊല്ലുന്നത് എന്തിനാ? ലക്ഷങ്ങൾ പിടുങ്ങാൻ. ഇതിപ്പോ ഒന്ന് വൻ വ്യവസായമാണെന്നാ പറയണത്. എന്ന് കേട്ടോളൂ, ഒരു ഹെഡിങ് തന്നെ, പിടിക്കപ്പെടാത്ത വീരപ്പന്മാർ. പിടിക്കപ്പെടാത്ത വീരപ്പന്മാർ. കേട്ടോളൂ, ആത്മീയത വിറ്റ് കാശാക്കി ശീലിച്ചു വരുന്ന ധാരാളം സ്ഥാപനങ്ങളും വ്യക്തികളും കൂട്ടത്തിലുണ്ട്. ചിലർ സ്വന്തം സ്ഥാപനം അധിക ലാഭത്തിന് പലിശക്ക് ഗ്യാരണ്ടി കൊടുത്തതാണ് കേരളം. ഗ്യാരണ്ടി കൊടുത്ത നാടാണ് കേരളം. അവരും മതത്തിൻ്റെ വിലാസത്തിലാണ് പണിയൊപ്പിക്കുന്നത്. ഇനി കേട്ടോളൂ, സ്വലാത്തും ദിക്റും എല്ലാം പണം തട്ടാനുള്ള മാധ്യമമായി മാറിക്കഴിഞ്ഞു. വൻ പരസ്യം നൽകിയാണ് രോഗശമനം പോലും പ്രഖ്യാപിക്കുന്നത്. വിവാഹിതർ ഭയപ്പെടേണ്ട, അവർക്ക് ആവശ്യമായ വിധത്തിലുള്ള കുട്ടികൾ വരെ ആത്മീയ കേന്ദ്രത്തിൽ നിന്ന് റെഡി. പക്ഷേ കൈമടക്ക് മറക്കരുതെന്ന് മാത്രം. വാസ്തവത്തിൽ സത്യമംഗലം വനത്തിൽ നിന്ന് വീരപ്പൻ കാണിച്ച പോലുള്ള ഒരു തരം കൊള്ളയാണ് ഇക്കൂട്ടർ കാണിക്കുന്നത്. ഇത് തടയാനാരുമില്ല. നിരപരാധികൾ വഞ്ചിക്കപ്പെടുകയാണ്. മുജാഹിദിന്റെ അൽമനാറല്ല, ഇസ്ലാഹ് മാസികയല്ല, വിചിന്തനം വാരികയല്ല, സ്നേഹസംവാദം മാസികയല്ല, സുന്നി അഫ്കാർ വാരികയിൽ കൂടെ കിടന്ന് രാപ്പനി അറിഞ്ഞ കൂട്ടരായി എഴുതുന്നത്. എന്ത്? ഇത് സ്വലാത്ത് തട്ടിപ്പാണ്, വീരപ്പന്റെ പരിപാടിയാണ്, കൊള്ളയാണ്, തടയാൻ ആരുമില്ല. ഞങ്ങളുണ്ട് കൂട്ടരെ, പിന്നാലെ കൂടിക്കോ. ആരുമില്ലാന്നോ? ആരെ പറഞ്ഞു? ഞങ്ങളുണ്ട്, പിന്നാലെ വന്നോ. നിങ്ങൾ റെഡി ഉണ്ടോ? നിങ്ങൾ മുന്നിൽ നിന്നോ, ഞങ്ങൾ പിന്നാലെ ഉണ്ടാവും. ഈ കൊള്ള അവസാനിപ്പിക്കണം തന്നെ നമ്മളും പറയണത്. മാത്രല്ല, അടുത്ത കാലത്തായി ദിക്റും സ്വലാത്തും തൗബയും ദുആയും പണം നേടാനുള്ള കുറുക്കുവഴിയായി സ്വീകരിച്ചവർ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം എന്ന പേരിൽ നാടുനീളെ പോസ്റ്റർ പതിച്ച് അപകടകരമായ വ്യാജ ആത്മീയതക്ക് വഴിയൊരുക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും ഓരോ രൂപത്തിലുള്ള തട്ടിപ്പുകൾ. പിന്നെ ഓരോ രൂപത്തിലുള്ള ആളുകൾ ഓരോ മജ്‌ലിസിൽ വന്നിട്ടാണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. എങ്ങനെയാ രക്ഷപ്പെട്ടു പോകുന്നത്? എന്തൊക്കെയാ തങ്ങൾ പറയേണ്ടതെന്നറിയോ? ഇവിടെ കൈകാലികൾക്ക് വൈകല്യം ബാധിച്ച ആൾക്കാർ മജ്‌ലിസിൽ വന്ന് സലാത്തിന് ചെല്ലുമ്പോൾക്ക് നീറ്റ് ഓടുക. അതിനും കാലിനൊക്കെ തളർച്ച പോയി, ഒരു പ്രയാസമല്ല. അപ്പം അതിന് മറ്റേ ഈ ഭാഗം പറയണത് ഇതൊരു തട്ടിപ്പാണ്. എന്താ തട്ടിപ്പ്? സിദ്ധവേഷവും സ്വലാത്ത് കച്ചവടവും മറ്റും ഇന്ന് പണം വാരാനുള്ള കുറുക്കുവഴികളായി ചിലർ കണ്ടെത്തിയിരിക്കുകയാണ്. കേവലം സിദ്ധവേഷം മാത്രമാകുമ്പോൾ ചിലപ്പോൾ പോലീസ് വലയിലാവാനും നാട്ടുകാരുടെ കൈകാര്യം ചെയ്യലിൽ ചെന്നു ചാടാനും ഇടയായേക്കും. സ്വലാത്ത് കച്ചവടത്തോടെ അണിയുന്ന സിദ്ധവേഷം സുരക്ഷിതമായ തട്ടിപ്പ് വഴിയാണ്. മുജാഹിദല്ല പറയണത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാ പറയണത്. സ്വലാത്ത് കച്ചവടത്തോടെ അണിയുന്ന സിദ്ധവേഷം സുരക്ഷിതമായ തട്ടിപ്പ് വഴിയാണ്. ആളുകൾക്കിടയിൽ അംഗീകാരവും മാന്യതയും ഉണ്ടാകും. സഞ്ചി നിറയെ പണവും വാരാം. ചില ചെപ്പടി വിദ്യകൾ സ്വായത്തമാക്കണമെന്നേയുള്ളൂ. പച്ച നിറത്തിലുള്ള ഒരു ഷാള്, കയ്യിലൊരു തസ്ബീഹ് മാല, നീണ്ടുതിങ്ങിയ താടി, അല്പം മിമിക്രി സാമർഥ്യം, പേരിനോടൊപ്പം തങ്ങൾ എന്ന് ചേർക്കാനുള്ള തൊലിക്കട്ടി, ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇത്തരക്കാർ വേണ്ടത്ര വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണക്കാരും ശുദ്ധകരിക്കാരും അധിവസിക്കുന്ന സ്ഥലത്ത് തങ്ങളുടെ സാമ്രാജ്യത്തിന് തറക്കല്ലിടുന്നു. കേട്ടോ, ഇങ്ങനെ തറക്കല്ലിട്ടിട്ട് ഓരോ രൂപത്തിലുള്ള ട്രിക്കുകളാണ് പൊടിക്കൈകൾ. എന്താ പൊടിക്കൈ എന്നറിയോ? വൈകല്യമുള്ള ആൾക്കാർ നീറ്റോടുന്നു പറഞ്ഞില്ലേ, അതെങ്ങനെയാന്ന് കേട്ടോളൂ. പ്രാർത്ഥനക്ക് പരാതിപ്പുറത്ത് തന്നെ ഉത്തരം കിട്ടുന്നുവത്രേ. എങ്ങനെ? അവിടെയാണ് സാമർത്ഥ്യം. വിദഗ്ധനായ ഒരു നാടക നടനെ കൊണ്ടുവന്ന് അയാളോട് വൈകല്യമുള്ള ആളെപ്പോലെ സലാത്ത് സദസ്സിലേക്ക് വരാൻ പറയും. സലാത്തിൻ്റെ ദുആ മൂർധന്യത്തിലെത്തുമ്പോൾ അയാൾ സ്വയം എഴുന്നേറ്റ് നടക്കാൻ പറയും. കേട്ടോ, അപ്പൊ ആക്ഷനാണ്. നാടക നടന്മാരെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണ്. നോക്കണം നിങ്ങൾ, ഇക്കോലത്തിലാണ്. അതേപോലെ പിന്നെ പെണ്ണുങ്ങളിങ്ങനെ ആഭരണം ഇങ്ങനെ ഊരിട്ട് കൊടുക്കുകയാണ്. ആഭരണം ഊരിട്ട് കൊടുക്കുമ്പോൾ ധാരാളക്കണക്കിന് ആഭരണം കിട്ടിയത്രേ. അപ്പൊ സംഗതി എന്താണ് എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ് പരിപാടി എന്നറിയോ? കണ്ണീർ ഊറ്റിക്കൊണ്ടിരിക്കുന്ന സ്ത്രീമുഖങ്ങളുണ്ട് സദസ്സിൽ.
അങ്ങനെ സംഭാവന പറയാൻ വേണ്ടി പറഞ്ഞ മൂപ്പര് സ്വർഗത്തിൻ്റെ ടിക്കറ്റുകളെല്ലാം റെഡിയാണ്. ഇങ്ങനെ വാഗ്ദാനങ്ങൾ ആകാശത്തോളം കയറുന്നു. സദസ്സിൽ നിന്നുള്ള സംഭാവനകൾ വാങ്ങാൻ ബക്കറ്റ് പിരിവുകാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നതാ സദസ്സിൽ നിന്ന് ഒരു പർദ്ദക്കാരി എഴുന്നേറ്റ് നിന്ന് തൻ്റെ കഴുത്തിലും കാതിലും ഉള്ള ആഭരണങ്ങളെല്ലാം ഒന്നൊന്നായി ഊരി ഈ ബക്കറ്റിലേക്ക് ഇടുന്നു. കൂടിയവരെല്ലാം ഈ രംഗം കണ്ട് മിഴിച്ച് നിൽക്കുന്നു. പിന്നെ താമസിച്ചില്ല, പെണ്ണുങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണാഭരണം എടുത്ത് ബക്കറ്റിലേക്ക് ഇടുവാൻ ബന്ധപ്പെടുന്നു. ആ രംഗം അങ്ങനെ അവിടെ അവസാനിക്കുന്നു. പിന്നീടാണ് അറിയുന്നത് ആദ്യം ഇട്ട ഈ സ്ത്രീ ഈ സിദ്ധന്റെ ഭാര്യ തന്നെ. ഇത് ഇവർ നേരത്തെ പറഞ്ഞൊപ്പിച്ച നാടകം തന്നെ. എന്തേ സ്വന്തം പുതിയണ്ണിന്റെ ആഭരണം പോകില്ല, അത് പുറത്ത് വന്ന ബക്കറ്റിൽ നിന്ന് എടുക്കും. ബാക്കിയുള്ളവരതൊക്കെ ഇത് ചൂണ്ട ഇട്ടുങ്ങാണ്ട് പിടിച്ചു. ഈ കൊള്ളയാണ് നടക്കുന്നത്. സത്യമംഗലം വരത്തിലെ വീരപ്പൻ്റെ വലിയ കൊള്ളയാണ്. ഇത് തടയാൻ ആളില്ലേന്ന് അവർ ചോദിക്കുന്നത്. ഇതന്നെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് 1 ഗ്രാം സ്വർണം വാങ്ങിയിട്ടുണ്ടോ? ഒരു ചില്ലി കാശ് വാങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ അള്ളാഹുടെ പൊരുത്തൊന്നും വേണ്ട, ജനങ്ങളുടെ ഇടയിൽ ഭൗതിക ലാഭത്തിന് വേണ്ടി ഞാനൊരു സലാത്തുകാരനാണെന്ന് പേര് കിട്ടാൻ വേണ്ടി ഒക്കെ ചൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സലാത്തുകളൊക്കെ തട്ടിപ്പടച്ചുണ്ടാക്കുന്നത്. ഈ തട്ടിപ്പുകളാണ് എതിർക്കപ്പെടേണ്ടത് സുഹൃത്തുക്കളെ. തന്നെയല്ല, ഈ മജ്‌ലിസിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആരാ ഒഴുകി ഒഴുകി വരുന്നത്? തരുണീമണികൾ, പെണ്ണുങ്ങളാ വരുന്നത് പാടത്തേക്ക്. എന്തിനാ പെണ്ണ് പാടത്തേക്ക് വന്നത്? ദിക്ർ ചൊല്ലാൻ. അയ്യോ, പെണ്ണുങ്ങൾ പുറത്തിറങ്ങാനേ പാടില്ലേ? വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യത്തിനും പെണ്ണ് പുറത്തു പോയിക്കൂടാ. അതല്ലേ ഉസ്താദിന്റെ ഫത്വ. പിന്നെ എന്തിനായി പാടത്തേക്ക് വരുന്നത് തങ്ങളെ? അല്ല തങ്ങളെ, അതിന് മറുപടി വേണ്ടേ? എന്തിനായി പെണ്ണുങ്ങൾ വരുന്നത്? ഓ തങ്ങളെ, ഈ പാടത്തേക്ക് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കയറി വരുന്നീ കയറി ഇസ്ലാമാ തെളിവ്. മാത്രല്ല, മറ്റേ ഗ്രൂപ്പൊന്നുമല്ല, നിങ്ങളെ ഗ്രൂപ്പുകാർ തന്നെ എന്താ പറഞ്ഞത്? പെണ്ണുങ്ങൾ ദിക്ർ മജ്‌ലിസിലേക്ക് വരലെന്താ? ഹറാമാണ്. കേട്ടോ, എന്താ പറഞ്ഞതെന്നറിയോ? പെണ്ണുങ്ങൾ ദിക്ർ ചെല്ലാൻ വേണ്ടി പാടത്തേക്ക് വരൽ ഹറാമാണ്. കേട്ടോളൂ, സംശയം ഉണ്ടെങ്കിൽ. എന്താണെന്നറിയോ ചോദ്യം? സ്വലാത്തിനെന്ന പേരിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതും വീട് വിട്ടിറങ്ങുന്നതും അനുവദനീയമാണോ? ഉത്തരം: ദഫ്, സ്കൗട്ട്, ഘോഷയാത്ര കാണാൻ വേണ്ടി റോഡുകളിലും ടൗണുകളിലും സ്ത്രീകൾ തടിച്ചുകൂടുന്നത് ഏത് പരിപാടിയുടെ പേരിലായിരുന്നാലും ശരിയല്ല. ഇനി കേട്ടോളൂ, പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല. ഏയ്, കോണമ്പാറ പാടം എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളാണോ തങ്ങളെ? ആണോ? എവിടെയാണ് സ്ഥലം? ശ്രദ്ധിച്ചു നോക്ക്. സ്വലാത്ത് ദിക്റുകൾക്കും കണ്ടോ, പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല. നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് മതപ്രസംഗങ്ങളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സഹോദരിമാർക്ക് അനിവാര്യമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. സലാത്തിനല്ല, സലാത്തി എല്ലാം വേണ്ടിയല്ല. മതപ്രസംഗം കേൾക്കാൻ നിർബന്ധമാണെങ്കിൽ നിബന്ധന പാലിച്ചുകൊണ്ട് സഹോദരിമാർക്ക് അനിവാര്യ ഘട്ടങ്ങളിൽ, അത് എപ്പോഴും അല്ല, അനിവാര്യ ഘട്ടങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. എന്താ ഇത്? മുജാഹിദിന്റെ ഫത്വ എന്നല്ല, നിങ്ങൾ തന്നെ കൊടുത്ത ഫത്വയാണ്, നിങ്ങളുടെ ഗ്രൂപ്പുകാർ കൊടുത്ത ഫത്വയാണ്, എതിർ ഗ്രൂപ്പും അല്ല. ഇവിടെ സലാത്ത് നടത്തുന്ന കക്ഷികളുടെ പത്രത്തിൽ വന്നതാണെന്ന് ഞാൻ പറയുന്നത്. അടിവരെ ഇട്ടുകൊണ്ടത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇത് നിങ്ങൾ കേട്ടോളൂ. പിന്നെയും പറയാണ്, സ്ത്രീകൾ പുറത്തിറങ്ങിപ്പോകേണ്ട ചോദ്യം എന്താ? വിദൂരത്തുള്ളതും അന്യപുരുഷന്മാർ പങ്കെടുക്കുന്നതുമായ സ്വലാത്ത് മജ്‌ലിസുകളിലേക്ക് സ്ത്രീകൾ പങ്കെടുക്കുന്നതിൻ്റെ വിധി എന്ത്? വിശദീകരണം ആവശ്യപ്പെടുന്നു. ഉത്തരം: സ്ത്രീകൾക്ക് പുറത്തിറങ്ങിപ്പോകേണ്ട ആവശ്യങ്ങളിൽ പെട്ടതല്ല സ്വലാത്ത് മജ്‌ലിസുകൾ. കേട്ടോ, സ്ത്രീകൾക്ക് പുറത്തിറങ്ങിപ്പോകേണ്ട ആവശ്യങ്ങളിൽ പെട്ടതല്ല സ്വലാത്ത് മജ്‌ലിസുകൾ. ഇത്തരം സദസ്സുകളിലേക്ക് സ്ത്രീകൾ പോകേണ്ടതില്ല. ഇത്തരം സദസ്സുകളിലേക്ക് സ്ത്രീകൾ പോകേണ്ടതില്ല. പിന്നെ ആരാണ് ഫത്വ വന്നത്? കേട്ടില്ലേ? ഈ രൂപത്തിൽ ഇനിയും കേട്ടോ, സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്ന് മറ്റു വീടുകളിലേക്ക് ദിക്റിന് വേണ്ടിയും ജമാഅത്തിന് വേണ്ടിയും പുറപ്പെട്ടു പോവൽ ഫിത്ന ഭയപ്പെടുന്നത് കൊണ്ട് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇത് നിങ്ങളുടെ എതിർകക്ഷിയുടെ സലാത്തിന്റെ പത്രമല്ല, നിങ്ങളുടെ തന്നെ പത്രത്തിലായി പറഞ്ഞത്. അപ്പൊ കണ്ടോ, പെണ്ണ് പള്ളിയിൽ വരാൻ പാടില്ല, പെണ്ണുങ്ങൾ പള്ളിയിൽ വരാൻ ഒരിക്കലും പാടില്ല. അതേ അവസരത്തിൽ അവർക്ക് എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങൾക്കും വരാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇവർ ചൊല്ലുന്ന സ്വലാത്ത് തന്നെ എന്തിനാണ്?
റിയായിന് വേണ്ടി. ഇനി സ്വലാത്ത് മജ്ലിസ് എന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത സ്വലാത്ത് എണ്ണമൊക്കെ പറഞ്ഞ് അതിൻ്റെ പോരിശയും പറഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ചെയ്യുന്നതോ അല്ലാഹുവിൻ്റെ റസൂലിനോട് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. നബിയേ എന്നെ രക്ഷിക്കണേ, നബിയേ ഞങ്ങളെ കാണുന്നില്ലേ, നബിയേ നേരിട്ട് വരണേ എന്നൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. സ്വലാത്താന്നും പറയാ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടി അല്ലാഹുവിനോട് തേടലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് വേണ്ടി നബിയേ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇവർ സ്വലാത്ത് മജ്ലിസ് ഉണ്ടാക്കിയതോ അല്ലാഹുവിൻ്റെ റസൂൽ ഇവിടെ സദസ്സിൽ പണ്ട് നബിയോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ്. ആ ഭാഗം 2 സ്ഥലങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ആ 2 ഭാഗവും നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സമൂഹം പലരും പറയാറുണ്ട് ഞങ്ങൾ നബിയോട് തേടുന്നവരല്ല, നബിയുടെ ഹക്ക് ജാഹ് പറയാറാണ്, ഞങ്ങൾ റസൂലുള്ളാഹിനോട് വിളിച്ച് തേടുന്നവരല്ല, പ്രാർത്ഥിക്കുന്നവരല്ല എന്ന് പറയാറുണ്ട്. ആ രംഗം നിങ്ങൾ കാണുക. വളരെ ഖേദകരമായ ഒരവസ്ഥയാണ് ഈ സമൂഹത്തിൽ. ഇതുമൂലം സദസ്സുകളിൽ അല്ലാഹുവിൻ്റെ റസൂൽ വിരോധിച്ച സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ. അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്, വെറുതെയാക്കല്ലേ നബിയേ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള അത്തരം രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ റബ്ബേ. സന്തോഷമുള്ള ജീവിതവും കുടുംബവും മക്കളെ നീ കൊടുക്കണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്. മരിക്കുന്നതിന് മുമ്പായി അവിടുത്തെ കാണിക്കണേ നബിയേ, അവിടുത്തെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിക്കണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ പൂമുഖം കാണിക്കണേ നബിയേ, അവിടുത്തെ താമര പൂവിന്റെ ലംഘനുള്ള മുഖം കാണാൻ ആഗ്രഹിച്ചവരാണ്, അത് കൊതിച്ചവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് യാ റസൂലല്ലാഹ്. അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാ മുഅ്മിനാത്തുകൾക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാഹ്. ഞങ്ങളെ വാക്കിലേരകളെ പ്രവൃത്തിയിലേരകളെ സദസ്സിലോ മജ്ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ, ഞങ്ങൾക്ക് പൊറുക്കണേ യാ റസൂലല്ലാഹ്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഇത് വലിയ മുതൽക്കൂട്ടായി അവിടുത്തെ ചാരത്ത് വന്നടയാനുള്ള മഹാഭാഗ്യമായി അതിനൊതുങ്ങുന്ന സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കണേ നബിയേ. അവിടുന്ന് ആട്ടി ഓടിക്കുന്ന വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റസൂലല്ലാഹ്. അവിടുന്ന് ആരധിക്കരിച്ചാൽ ആരവിടുന്ന് വേണ്ടാത്തരം പറഞ്ഞാൽ അതൊന്നും ഞങ്ങളെ ചെവി കൊണ്ട് കേൾപ്പിക്കല്ലേ നബിയേ. അവിടുത്തോട് അതിനറ്റ മഹബ്ബത്ത് വെക്കാൻ അവിടുത്തെ അവിടുത്തെ ചെരുപ്പെടുത്ത് നീരിന്റെ ഖിദ്മത്ത് ചെയ്തവരാണെങ്കിൽ അവിടുത്തേക്ക് അതുപോലെ ചെയ്യാൻ ഞങ്ങൾ യോഗ്യരല്ല നബിയേ. സാധുക്കളായ ഞങ്ങൾ ഈ പങ്കെടുക്കുന്ന മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ നബിയേ. അവിടുത്തെ നോട്ടമുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്ന് ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. മദീനത്ത് കിടക്കുന്ന തങ്ങളെ
സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്. ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്. ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെമ്മക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്. എത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്. ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാവികളാണ് തങ്ങള്. പാവങ്ങളൊക്കെ അള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്. ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്. ഉമ്മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്. ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്. കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്. ഞങ്ങൾ ഹായിബാക്കല്ല തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങള്. അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. മുത്തീങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്. ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്. ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്. വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്. അതിന്റെ പ്രതിഫലം വേണം തങ്ങള്. 1000 മാസവും വേണം തങ്ങള്. അതിനൊന്നും കുറയരുത് തങ്ങള്. ഞങ്ങൾക്ക് വേണം തങ്ങള്. സാധുക്കളാണ് തങ്ങള്. ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്. ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. മുത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്. കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്. പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്. കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്. ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്. റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്. സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്. കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്. അത് വലിയ വളർമയുള്ള തങ്ങള്, സ്നേഹിച്ച തങ്ങള്, ഔദാര്യപടയ തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. തങ്ങള്, അവരുടെ തങ്ങള്. അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്. ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്. ഞങ്ങൾ രക്ഷപ്പെടുത്തണ തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടുത്തണ. ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ സാധാരണ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നില്ല, ഞങ്ങൾ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാം, നബിയേ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ, നേരിട്ട് ഞങ്ങളെ വന്ന് സഹായിക്കണേ, പാപം പൊറുക്കണേ, മാപ്പാക്കണേ, പരലോകത്തുനിന്ന് ഹൗദുൽ കൗസറിന് വെള്ളം തരണേ, ആട്ടിയോടിക്കല്ലേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ച് തേടുന്ന പ്രാർത്ഥന അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് കൽപ്പിച്ച വാചകം അതാ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറയുന്നു, ഖുൽ നബിയേ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മജ്ലിസിൽ നിന്നുകൊണ്ട് ഓ നബിയേ മാഷാ അല്ലാഹു വശിഇത, അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്നൊരു സ്വഹാബി പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അജഅൽതനീ ലില്ലാഹി നിദ്ദാ, അല്ലാഹുവിനെ എന്നെ പങ്കുകാരനാക്കുകയാണോ, നീ അല്ലാഹുവിനെ എന്നെ സമനാക്കുകയാണോ? അല്ലാഹുവിൻ്റെ റസൂലെ അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തിയില്ലേ? ആ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട്
സ്വലാത്തിന്റെ മജ്ലിസ് എന്ന പേരിൽ മജ്ലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അട്ടഹസിച്ചുകൊണ്ട് നബിയേ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് തേടുന്ന ഈ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? ബദരീങ്ങൾ പഠിപ്പിച്ചതാണോ? വഹദീങ്ങൾ പഠിപ്പിച്ചതാണോ? സഹാബത്തിന് ആർക്കെങ്കിലും പരിചയമുണ്ടോ? സുഹൃത്തുക്കളെ, ഇല്ല. ഇങ്ങനെ റസൂലുള്ളാഹിനോട് നേരിട്ട് ഇവർ പ്രാർത്ഥിക്കുകയാണ്. അതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, ഇവർ പറയും സ്വലാത്തിന്റെ മജ്ലിസുകളിലേക്ക് പെണ്ണുങ്ങൾ വരുന്നു. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ഒരു പെണ്ണ് പോയാൽ ആ പെണ്ണ് പോകുന്നത് ഫിത്നയാണ്, ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം കൂട്ടുന്ന കക്ഷികൾ അതാ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് പാതിരാക്കി 27-ാം രാവിന് ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് നേരം പുലരുവോളം അവിടെ കഴിച്ചുകൂട്ടാൻ അനുവാദം കൊടുക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ തന്നെ മുഫ്തി നൽകിയ ഫത്വ അത് ഹറാം തന്നെ, പുറപ്പെടാൻ പാടില്ല, അവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യത്തിൽപ്പെട്ടതല്ല സലാത്തുകൾ ചൊല്ലൽ, അതുകൊണ്ട് സലാത്ത് മജ്ലിസിലേക്ക് പോകൽ ഹറാമാണ് എന്ന് ഫത്വ കൊടുത്തിട്ടും ആ ഫത്വയെ പോലും അവഗണിച്ചുകൊണ്ട് ലക്ഷങ്ങൾ വാരണമെങ്കിൽ ദുർബല ഹൃദയരായ പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ്. അവർ വന്നാലേ കാശ് കിട്ടൂ എന്ന് മനസ്സിലാക്കിയിട്ട് സലാത്തിന്റെ പേരും പറഞ്ഞിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകളെ പാടത്തേക്ക് ക്ഷണിച്ചു വരുത്തുന്ന കക്ഷികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് ഇസ്ലാമിന്റെ വേഷം ധരിച്ചു കൊണ്ടുപോയാലോ അത് ഹറാമാണെന്നാണ് ഫത്വ, അത് ഹറാമെന്നാണ് ഫത്വ. അങ്ങനെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിന്റെ പേരിൽ ഒരുപാട് ദുരാരോപണങ്ങൾ പറഞ്ഞു പരത്തിയവരാണ് ഈ വർഗം. അതേ അവസരത്തിൽ അവർക്ക് ജാറങ്ങളിലേക്ക് പോകാം, ജാറത്തിൽ പോയിട്ട് അവർക്ക് ദിക്ർ ചെല്ലാം, അവിടെ പോയിട്ട് ചില പ്രത്യേക ഈണത്തിൽ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാ എന്നൊക്കെ സലാത്തിയല്ല, ഏർവാടിയിലേക്കാണ് പോകുന്നത്, ഇവിടുന്നൊന്നുമല്ല. ഏർവാടി അങ്ങ് ദൂരെ തമിഴ്നാട്ടിൽ ഏർവാടിയിൽ പോയിട്ട് പെണ്ണുങ്ങൾ അവിടെ പോയിട്ട് കൂട്ട സലാത്ത്. എന്നിട്ടോ ഏതാ സലാത്ത്? അവിടെ ഉള്ളൊരു ബീവി ഉണ്ട് ഇത്ര. ഏതാ ബീവി? പേരൊന്നും മുസ്ലിം പേരൊന്നുമല്ല, അർക്കാസു അമ്മ എത്രേ, അർക്കാസു അമ്മ വലിയുള്ളാന്നാ പാടുന്നത്. പെണ്ണുങ്ങൾ ഇങ്ങനെ പോയിട്ട് കൂട്ടത്തോടെ ആ ദിക്റും ഇതൊക്കെ ചെല്ലുന്ന രംഗാവും നിങ്ങളിത് കാണുക. അവിടേക്കൊന്നും പെണ്ണുങ്ങൾക്ക് പോകുന്നത് പ്രയാസമല്ല. അള്ളാഹുടെ പള്ളിയിൽ തൊട്ട് നാട്ടിലുള്ള പള്ളിയിൽ പോയാൽ തന്നെ ഹറാമും. ഈ രൂപത്തിലുള്ള തട്ടിപ്പിന്റെ സമ്പത്ത് ജമാഅത്തുമായിട്ടാണ് ഇവർ നടക്കുന്നത്, സുന്നത്ത് ജമാഅത്തുമായിട്ടല്ല. ആ രംഗമൊന്ന് കാണുക. ജനം ഞങ്ങൾ സഖാവത്തിന്റെ യാതേരി അർക്കാസും മശഹിദുല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ തഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അർക്കാസും മശഹിദുല്ലാഹ് സുഹറത്തോലേർവാടി സഖികെട്ടാജനം ഞങ്ങൾ സഖാവത്തിന്റെ യാതേരി അർക്കാസും മശഹിദുല്ലാഹ്. പെണ്ണുങ്ങൾക്ക് ഇതാവാ, ഏർവാടിയിലേക്ക് ഇങ്ങനെ പോയി അവിടെ പോയിട്ട് അർക്കാസുമ്മന്റെ കബറിടത്തിൽ പോയിട്ട് ഏതാ അർക്കാസുമ്മ എന്ന് ചോദിക്കണ്ട, അർക്കാസുമ്മന്റെ കബറിങ്ങ പോയിട്ട് അവിടെ അങ്ങനെ സലാത്തുല്ലാ സലാമുല്ലാ എന്നൊക്കെ പാടുക, അങ്ങനെ മദ്ഹ് പാടുക. അതിനൊക്കെ ഇവിടുന്ന് പോകാം, മൗലവിമാരെ ഒപ്പം പോയി കൊടുക്കുക അമീറായിട്ട്. കാരണം എന്താ? സിയാറത്ത് ഡയറി ഇറക്കിയിട്ടുണ്ട്. എന്തിനാ? ദക്ഷിണേന്ത്യൻ സിയാറത്ത് ഡയറി, ഒപ്പം അമീർമാരായിട്ട് മുസ്ലിയാക്കന്മാർ. എന്തിനാ? ഓരോ ജാറത്ത് പോയിട്ടും ഷിർക്കിൽ ഒരു കലർപ്പുണ്ടായത് കൃത്യമായി ചെയ്യിക്കാൻ, ശരിയായ സുന്നത്തും വറലും ഷർത്തൊക്കെ പാലിച്ചാൽ ഷിർക്ക് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി. കാരണം അവിടെ ചെന്നിട്ട് മുസ്ലിയാക്കന്മാർ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തത് വല്ലതും മറന്നെങ്കിലോ, അതിനിങ്ങനെ വലിയ പരസ്യം, സിയാറത്ത് ടൂർ ഞങ്ങൾ ഒരുക്കുന്നു, ഏറ്റവും പരിചയ സമ്പന്നരായി ജനങ്ങളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ള അമീർമാരുടെ സേവനം, നല്ല താമസം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല സൗകര്യം എല്ലാം ഉള്ള പരസ്യമൊക്കെ നൽകിയിട്ട് ഇങ്ങനെ സിയാറത്ത് ടൂറിന് പോകല്ലേ. ഇവരാണ് ഈ പെണ്ണുങ്ങളങ്ങനെ സംഘടിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് അർക്കാസുമ്മ ഷഹീദുല്ലാന്ന് പറഞ്ഞിട്ട് അത് ചെല്ല, അവിടേക്ക് പോകാ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സഹാബിമാര് നമുക്ക് പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് പെണ്ണ് ജുമാക്കോ ജമാഅത്തിനോ പോയാൽ അത് ഹറാം, അത് ഫിത്നയാണ്, അത് കുഴപ്പമാണ്. നോക്കണം, ഇതൊക്കെ ഈ സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇതിന്റെ പിന്നണിയിൽ ചില ആളുകൾ ലക്ഷങ്ങൾ കൊയ്യുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നിലക്കുള്ള സലാത്തും ഈ നിലക്കുള്ള ദിക്റുകളും ഈ നിലക്കുള്ള പ്രശ്നങ്ങളും
ഇതൊന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. അങ്ങനെ ഓരോ സലാത്ത് പിന്നെ ഓരോ ദിക്ർ എത്രയാണ്? ഹാ ഹൂ ഹി ഹയ്യു എന്ന് മാത്രമല്ല, ലാ ലാ എന്നൊരു ദിക്ർ, അല്ല അല്ല എന്നൊരു ദിക്ർ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇല്ല ഇല്ല എന്നൊരു ദിക്ർ, പിന്നെ ആഹ് ആഹ്. അതിങ്ങനെ മുറുകിയാൽ എന്താകും? എന്നായി. പിന്നെ കുറെ കഴിയുമ്പോൾ കാ കാ കാ, പിന്നെ എന്നായി. പിന്നെ നിന്നിട്ട് ആടുകയാണ്. പാറ്റക്ക ഇങ്ങനെ ആട്ടം പിടിച്ചില്ലോ, ഇങ്ങനെ ആടും, ഭയങ്കര ആട്ടാണ്. ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ ജദുബിന്റെ ഹാലിലെത്തിയിട്ട് ഇങ്ങനെ ദിക്ർ ഇസ്സുകദായും മുൽക്കുകദായും പാടച്ചോനെ പേടിപ്പിക്കണ കോലത്തിലാ. നിങ്ങൾ വിളിക്കണത് ചെകിട് പൊട്ടണയല്ല, നിങ്ങളുടെ സമീപത്തുള്ള അല്ലാഹുവിനെ അത്രേ. വലാ തജ്ഹർ ബിസലാതിക വലാ തുഖാഫിത് ബിഹാ. നീ ഇങ്ങനെ ഒച്ചട്ട പറയരുത്, അതുപോലെ തന്നെ പതുക്കിയാക്കണ്ട, ഒരു മിതമായ രൂപത്തിൽ ചൊല്ലണം എന്ന് അല്ലാഹു തആല പറഞ്ഞതല്ലേ. ഉദുഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ. ഇതൊന്നുമല്ല, ഇവർ ദിക്റിലും കൂട്ടിയിട്ട് ഒരു ഹിസ്റ്റീരിയാണ്. ആളുകളെ കൊണ്ട് ഇങ്ങനെ ചാടിക്കുക, ഇവരിങ്ങനെ മൂലയന്മാരിങ്ങനെ നിന്നിങ്ങനെ തുള്ളുക, എന്നിട്ട് പരിഹാസ്യമായ നിലക്ക് റസൂൽ പഠിപ്പിച്ചൊന്നുമല്ല, ബരാൻ ഉണ്ടാക്കുകയാണ്. ഓരോ ദിക്ർ ഇവരുണ്ടാക്കുക, ഓരോ സലാത്ത് ഇവരുണ്ടാക്കുക. കമാലിയ സലാത്തിനുണ്ട്, സലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ഹലോ ഹബീബിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് ഓരോ സലാത്ത്. പിന്നെ ആടുന്ന സലാത്ത്, അങ്ങനെ കുറേ ഡാൻസ് ആടുന്ന ദിക്റുകളുണ്ട് ഇവർക്ക്. ആ ദിക്റുകളുടെ കൂടി രൂപങ്ങൾ നിങ്ങളൊന്ന് കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ദിക്റേതാ, നമ്മൾ അനുകൂലിക്കുന്ന ദിക്റേതാ, പ്രതികൂലിക്കുന്ന ദിക്റേതാ. ദിക്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇവർ ഈ ചെല്ലുന്ന സുന്നത്ത് ജമാഅത്തിൽ പെടാത്ത, സുന്നത്ത് ജമാഅത്തിന്റെ ആശയക്കാരെന്ന് പറയുന്ന ബിദഈകൾ, പുത്തൻവാദികൾ നിർമ്മിച്ചുണ്ടാക്കിയ ദിക്റുകളുടെ സാമ്പിളുകൾ കുറച്ചു നേരം നിങ്ങൾ ക്ഷമയോടുകൂടി കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. ملكك دائم عزك دائم 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 ملكك عزك دائم يا الله ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് ബിഹഖ് സയ്യിദനാ മുഹമ്മദിൻ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് ബിഹഖ് സയ്യിദനാ മുഹമ്മദിൻ. ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ് لا إله إلا الله لا إله إلا الله لا إله إلا الله لا إلا الله لا إلا الله لا إله 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 إلا الله لا إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم حي يا قيوم يا حي يا قيوم يا حي يا قيوم 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 وعلى آله
عدد كمال الله وكما يليق بكماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق. സുഹൃത്തുക്കളെ, മുഴുവൻ കാണിക്കാൻ സമയമില്ല. ഈ കോലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിലൂടെ പഠിപ്പിക്കാത്ത കുറേ ദിക്റുകൾ ഇവർ സ്വയം ഉണ്ടാക്കുക, അതിന് എണ്ണം നിശ്ചയിക്കുക, അതിന് പ്രത്യേക രീതി, ആടാനും പാടാനും അതിന് പ്രത്യേക മഹത്വം, ഇങ്ങനെ ഓരോന്നിനും അവരവർക്ക് തോന്നുന്ന നിലക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം പിരിവും. ഒരൊറ്റ ദിക്ർ മജ്ലിസിൽ പിരിവില്ലാത്തൊരു മജ്ലിസ് നടക്കട്ടെ, എടുത്തു പോവില്ലേ സർവ്വ മജ്ലിസുകളും? അപ്പോൾ പടച്ചോൻ്റെ പൊരുത്തത്തിനല്ല, ദുന്യാവിൻ്റെ പ്രീതിയാണ്, അതിലൂടെയുള്ള ലക്ഷങ്ങൾ വാരലാണ് ഉദ്ദേശം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ സ്ത്രീകളെ കൊണ്ടുപോവുകയും ഇതേ രൂപത്തിൽ തന്നെ പല കോലത്തിലുള്ള ഹാവഭാവങ്ങളിലൂടെ കാര്യങ്ങൾ നിർണ്ണയിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ ചൊല്ലിത്തീർക്കുകയും ഒക്കെ ചെയ്യുക. ഈ ദിക്റിലൂടെ എങ്ങനെ ശാന്തി കിട്ടാനാണ് സുഹൃത്തുക്കളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മ, അതിലൂടെയാണ് ശാന്തി ലഭിക്കുന്നത്. ആ ശാന്തി ലഭിക്കാൻ ആ ആയത്തോരിത്തന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചു തന്ന സ്വലാത്തുകൾ ചൊല്ലേണ്ടതുണ്ട്. ആ രൂപത്തിൽ തന്നെ ചൊല്ലേണ്ടതുണ്ട്. ഇത് ഓരോരുത്തരും തരീക്കത്തുണ്ടാക്കുകയാണ്. തരീക്കത്തുകാർക്കൊക്കെ ഓരോ ദിക്റുകൾ, ഓരോ തരീക്കത്തുകളൊക്കെ മനുഷ്യനെ അടുപ്പിക്കാനാത്ര വന്നത്. ഇപ്പോ സർവ്വ തരീക്കത്തുകളും തമ്മിൽ അടുപ്പിക്കാനാ വന്നത്. ഇപ്പോ ഇരു സമസ്തയും പ്രമേയം പാസാക്കി. ആലുവ തരീക്കത്ത് ഇസ്ലാമികാണ്, മറ്റേ തരീക്കത്ത് അലി ഇസ്ലാമികാണ്, വേങ്ങാട് തരീക്കത്ത് ഇസ്ലാമികാണ്, ഞങ്ങളെ ചില തരീക്കത്തുണ്ട്, അത് പറ്റും. എവിടെ എത്തിപ്പോ കാര്യങ്ങളൊക്കെ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് നാളെയും നമ്മളെ പരിപാടി ഉണ്ടല്ലോ നിലമ്പൂരിൽ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ വേണമെങ്കിൽ വിശദീകരിക്കാം. എന്തായിരുന്നാലും ഈ നിലക്കുള്ള തരീക്കത്തുകൾ എല്ലാം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പാതവിട്ട മാർഗങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ആ തരീക്കത്തിലൂടെയല്ല ഇവർ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കുറേ തരീക്കത്തുണ്ടാക്കുക, കുറേ ദിക്റുണ്ടാക്കുക, കുറേ സലാത്തുണ്ടാക്കുക, എന്നിട്ട് മുജാഹിദിന്റെ നേരെ കുതിര കയറുക. ഇവർക്ക് സലാത്തില്ല, ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് തസ്ബീഹില്ല, ഇവർക്ക് ദുആയില്ല. അതുകൊണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോഴും ചില ആളുകൾ എന്താ പറയുന്നറിയോ? അയ്യോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ, റോഡിന് വീതി പോരാ, കരിമണൽ ഖനനമാണ്, അതേപോലെ തന്നെ എക്സ്പ്രസ് ഹൈവേയുടെ വിഷയം, അതൊക്കെ കാണിക്കാന്നല്ലാതെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എടുത്തു കാണിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഇങ്ങനെ ഊരുചുറ്റുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടി പിടിക്കാൻ ഇപ്പം അവർക്ക് യാതൊരു പ്രയാസമില്ല. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുത്തതാണോ പ്രശ്നം? അല്ല, നിങ്ങൾ ലീഗിന് പിന്തുണ കൊടുത്താലും ഞങ്ങൾ പറയും. അത് പാർട്ടി നോക്കിയിട്ടല്ല. കാരണം ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാനാണ് നിങ്ങൾ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യാതെ മാറിയത്. നിങ്ങൾക്ക് ഇപ്പോൾ ശിർക്ക് തൗഹീദായോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പുതിയ വ്യാഖ്യാനം എവിടുന്ന് കിട്ടി? ഇൻഷാ അല്ലാഹ് അതും വേണമെങ്കിൽ നമുക്ക് നാളെ വിശദീകരിക്കാം. എന്തായിരുന്നാലും ഇസ്ലാമിൻ്റെ ഒരുപാട് ആശയാദർശങ്ങൾ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ നിന്ന് അങ്ങോട്ട് വിടുമ്പോൾ ഓരോരുത്തർക്കും എവിടെയൊക്കെയാണ് ചെന്ന് ചാടേണ്ടതെന്ന് വിവരമില്ല. ആ നിലക്ക് തരീക്കത്തുകളും അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ ആശയങ്ങളും അവരുടെ ആലയിലേക്ക് ചേക്കേറാൻ വേണ്ടി നടക്കുന്ന ഈ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് പുറത്തുപോയ സഹോദരന്മാരും ചിന്തിക്കുക. ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹുവിൻ്റെ ദീൻ അത് ഖുർആനാണ്, ഹദീസാണ്, സ്വഹാബിമാരുടെ നടപടിക്രമമാണ്. അവർക്ക് പരിചയമുള്ളതല്ല ഇവിടെ ദിക്റിന്റെ പേരിൽ നടക്കുന്നത്, സലാത്തിന്റെ പേരിൽ നടക്കുന്നത്. ഇവിടെ ഭൗതിക നേട്ടത്തിന്റെ പേരിൽ ചേരിപ്പോരാണ് നടക്കുന്നത്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള ലക്ഷങ്ങളുടെ പിരിവുകളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ദിക്റുകൾ എല്ലാവരും ചൊല്ലണം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. അല്ലാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ച നൂറുകണക്കിന് ദിക്റുകളുണ്ട്, മറക്കരുതേ. ഓരോ അവസരങ്ങളിലും പഠിപ്പിച്ച ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, തസ്ബീഹുകളുണ്ട്. നിങ്ങൾ അർത്ഥം തെറ്റാതെ, ആശയം തെറ്റാതെ
ആശയവും അർത്ഥവും ഗ്രഹിച്ചുകൊണ്ട് പദങ്ങൾ പോലും തെറ്റാതെ കൃത്യമായി പഠിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ അത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട് പ്രത്യേകം ഒരു വസിയത്ത് എന്ന നിലക്ക് പറയട്ടെ, നിങ്ങളത് വളർത്തിയുണ്ടാക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദിക്റുകളും ദുആകളും ഓരോ അവസരത്തിൽ ചൊല്ലുന്നത് ഒരു സ്റ്റിക്കർ രൂപത്തിൽ പതിച്ചു വെക്കാൻ സാധ്യമാണെങ്കിൽ മനപ്പാടമാകുവോളം നിങ്ങളത് പതിച്ചു വെക്കണം. മനപ്പാടമാക്കിയാൽ നിങ്ങൾക്കൊടുത്ത് ഒഴിവാക്കി മറ്റൊരു ദിക്ർ വെക്കാവുന്നതാണ്. ഈ നിലക്ക് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സർവ്വ ദിക്റുകളെയും ദുആകളെയും ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും ഒന്നൊഴിയാതെ പ്രവൃത്തിപരത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ പ്രേരിപ്പിക്കണം, നിങ്ങളുടെ വളർന്നു വരുന്ന മക്കളെ പ്രേരിപ്പിക്കണം. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലുള്ള ദിക്റുകളും സ്വലാത്തുകളും നമ്മുടെ വീടുകളിൽ ഉണ്ടാകട്ടെ, നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകട്ടെ. അതിലൂടെയാണ് ശാന്തി, അതിലൂടെയാണ് പിശാചിനെ ആട്ടിയോടിക്കാൻ കഴിയുന്നത്, അതിലൂടെയാണ് നല്ല ദാമ്പത്യ ബന്ധമുണ്ടാകുന്നത്, അതിലൂടെയാണ് നല്ല മാതാപിതാക്കളോടുള്ള ബന്ധമുണ്ടാകുന്നത്, അതിലൂടെയാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നത്, അതിലൂടെയാണ് അരാജകത്വം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത്, അതിലൂടെയാണ് ശാന്തി കൈവരിക്കപ്പെടുന്നത്. ശാന്തി തേടുന്ന മനസ്സുകൾക്ക് മറ്റുള്ള സദസ്സുകൾ പരിഹാരമല്ല. അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആ മാർഗത്തിലൂടെ മുന്നേറിയാലേ ശാന്തിയുള്ളൂ. മറ്റുള്ളതെല്ലാം കപട ആത്മീയതകളാണെന്ന് നമ്മൾ മാത്രമല്ല കൂടെ കിടന്നവർ തന്നെ എഴുതിവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെച്ചുകൊണ്ട് പ്രവാചകന്റെ ചര്യ എല്ലാ രംഗത്തും പിന്തുടരുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിൻ്റെ റസൂലിൽ പരലോകത്തെയും അല്ലാഹുവിനെയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ മാതൃകയുണ്ട്. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് മാതൃകയുണ്ട്. ആ വാചകത്തെ മുഖവിലക്കെടുത്തുകൊണ്ട്, ആയത്തിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ പൊരുത്തം വേണോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിനെ പിൻപറ്റണേ, നിങ്ങൾ എന്നെ പിൻപറ്റണേ എങ്കിൽ അല്ലാഹു നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതാണ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. പാപം പൊറുത്ത് കിട്ടാൻ, അല്ലാഹുവിൻ്റെ മഹബത്ത് കരസ്ഥമാക്കാൻ റസൂലിനെ ഇത്തിബാ ചെയ്തോ, അവിടുന്ന് പഠിപ്പിച്ച ദുആകൾ ചൊല്ലിക്കോ, അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലിക്കോ, അവിടുന്ന് പഠിപ്പിച്ച സ്വലാത്തുകൾ ചൊല്ലിക്കോ. അതാണ് ഏറ്റവും വലിയ മുന്തിയ ചര്യ. ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ ഉത്തമമായ ചര്യ റസൂലുള്ളാഹിയുടെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് പുതിയതായ നടപടിക്രമങ്ങളാണ്. കുല്ലു മുഹദസത്തിൻ ബിദ്അ. എല്ലാ പുതിയതും അനാചാരങ്ങളാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല. എല്ലാ അനാചാരങ്ങളും വഴികേടുകളാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴികേടുകളും നരകത്തിലാണ്. അത് തിരിച്ചറിയുക. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. എല്ലാ നന്മകളും കുടികൊള്ളുന്നത് നമ്മുടെ മുൻഗാമികളായ സഹാബത്തിന്റെ ആ ചര്യയെ പിന്തുടരുന്നതിലൂടെയാണ്. എല്ലാ അപകടങ്ങളും തിന്മകളും കുടിക്കൊള്ളുന്നത് പിൽക്കാലത്തുണ്ടാക്കിയ നവീന പുത്തൻവാദികളുടെ ദിക്റുകൾ ദുആകൾ എന്താവട്ടെ, അവരുടെ ആചാരങ്ങൾ എന്തോ ആകട്ടെ, അതിനെയൊക്കെ പിൻപറ്റുന്നതിലൂടെയാണ്. അതുകൊണ്ട് മടങ്ങിക്കോ, പാരമ്പര്യത്തിലേക്ക് മടങ്ങിക്കോ. പാരമ്പര്യം എന്ന് പറയുന്നത് 100 കൊല്ലം മുമ്പല്ല, 200 കൊല്ലം മുമ്പല്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലമാണ്, സ്വഹാബത്തിൻ്റെ കാലമാണ്. അന്ന് നാരിയ സലാത്തില്ല, അന്ന് ഈ പരിചയമുള്ള പ്രത്യേകമായ രൂപത്തിലുള്ള താജുസ്സലാത്തില്ല. റസൂലുള്ളാഹ് പഠിപ്പിച്ച സലാത്തുകളും ദിക്റുകളും ദുആകളും അത് ജീവിതത്തിൽ പകർത്തണേ എന്നൊരിക്കൽ കൂടി എന്നോടും എൻ്റെ ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അങ്ങനെ തന്നെ വഫാത്തായി മരിച്ചു പോകുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നല്ലവരായ ആളുകളോടൊപ്പം നാളെ പരലോകത്തവൻ്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേരാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളടക്കമുള്ള സാലിഹീങ്ങളായ മുസ്ലിമുകളായ മുവഹിദുകളായ സർവ്വ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.